ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, റമളാൻ മാസത്തിന് ശേഷമുള്ള ആദ്യത്തെ ദർസിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിൽ നാം ചെയ്ത ഇബാദത്തുകൾ സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീന് പഠിക്കാൻ നാം ഇവിടെ കൂടിയിരിക്കുന്നത് അല്ലാഹു തആലക്ക് ഏറെ ഇഷ്ടകരമുള്ള ഇബാദത്തുകളിൽപ്പെട്ട ഒന്നാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഏതൊരു ഫിത്നകൾ വരുന്ന സമയത്തും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ ഫിത്നയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് അവൻ അള്ളാഹുവിൻ്റെ കലാമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നും അവൻ പഠിക്കുന്നവനായിരിക്കുക എന്നുള്ളത്. അവൻ ഖുർആനും ഹദീസും സലഫുകൾ മനസ്സിലാക്കിയതുപോലെ അതിലങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാതെ പണ്ഡിതന്മാർ വിശദീകരിച്ച് തരുന്ന രൂപത്തിൽ പഠിച്ചു മുന്നോട്ട് പോകുകയാണ് എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ യഥാർത്ഥ പാതയിൽ നിന്ന് തെറ്റിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ഫിത്നയുടെ കാലഘട്ടങ്ങളിൽ നാം ധാരാളം ദുആ ചെയ്യേണ്ടതുണ്ട്. എനിക്കൊരിക്കലും ഒരു അബദ്ധം സംഭവിക്കുകയില്ല, എൻ്റെ ബുദ്ധി കൊണ്ടും ഞാൻ മനസ്സിലാക്കിയ അറിവ് കൊണ്ടും ഞാൻ ഒരിക്കലും ഒരു അബദ്ധത്തിലും പെടാൻ സാധ്യതയില്ല എന്നൊരു അഹങ്കാരം ഒരിക്കലും നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുള്ളത്, ഒരു മനുഷ്യന്റെ ഖൽബ് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ രണ്ട് വിരലുകൾക്കിടയിലാണ്. അഥവാ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾ അള്ളാഹു വഴി പഴപ്പിക്കുകയും അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകളെ അള്ളാഹു അതിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യുമെന്നാണ്. അതുകൊണ്ട് നമ്മോട് ധാരാളമായി പ്രാർത്ഥിക്കാൻ പറഞ്ഞ ദുആകളിൽപ്പെട്ട ഒന്നാണ് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ സബ്ബിത് ഖൽബി അലാ ദീനിക്. ഓരോരുത്തരും പ്രാർത്ഥിക്കുക, എൻ്റെ കൽബ് അള്ളാഹു എൻ്റെ ദീനിൽ അടിയുറച്ച് നിർത്തിക്കണം. നമുക്കറിവ് കുറവാണ്. ഇനി എത്ര അറിവുള്ളവനായാലും ഈ ദുആ ചെയ്യാതിരിക്കാൻ അവന് യാതൊരു വകുപ്പുമില്ല. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എത്ര തന്നെ പഠിച്ചാലും അവൻ അറിയാത്ത ധാരാളം കാര്യങ്ങൾ ബാക്കിയായിരിക്കും. അതുകൊണ്ട് ഈ പഠിക്കുന്ന മേഖല നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കുക, സുന്നത്തുമായി ബന്ധപ്പെട്ട നമ്മുടെ ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട ഫിഖ്ഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക, ചരിത്രങ്ങൾ കേൾക്കുക, മനസ്സിലാക്കുക. ഇതെല്ലാം സഹോദരങ്ങളെ ഫിത്നകളിൽ നമുക്ക് അടിയുറച്ചു നിൽക്കാൻ സഹായകമാകുന്ന കാര്യങ്ങളിൽപ്പെട്ട ചിലതാണ്. നമ്മളിതിലൊന്നും ശ്രദ്ധിക്കാതെ, ഒന്നും പഠിക്കാതെ, ഒരു കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കാതെ അങ്ങനെ മുന്നോട്ട് പോകുകയും എന്നിട്ട് ഫിത്നകൾ വരുന്ന സമയത്ത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, എനിക്ക് വലിയ പ്രശ്നമാണ്, പ്രയാസമാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മൾ അള്ളാഹുവിൻ്റെ ദീന് സദാ പഠിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് അതിനേക മാർഗം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഉംദത്തുൽ അഹ്കാമാണ് പഠിച്ചു വരുന്നത്. ഫിഖ് പഠിക്കാൻ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഹദീസ് ഗ്രന്ഥം ഉംദത്തുൽ അഹ്കാമാണ്. ഇബ്നു ഖുദാമ അബ്ദുൽ ഗനി അൽ മഖ്ദസി റഹിമഹുള്ളയുടെ ഉംദത്തുൽ അഹ്കാം. ഇതിൽ നമ്മൾ എത്തി നിൽക്കുന്നത് ബാബു മവാഖീത്തിസ് സലയിലാണ്. നിസ്കാരത്തിന്റെ സമയങ്ങൾ കൃത്യമായി വിശദീകരിച്ചു തരുന്ന അധ്യായത്തിലാണ് നമ്മളുള്ളത്. അതിൽ ചില ഹദീസുകൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കി. അതിന്റെ ബാക്കിയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ വായിക്കുന്നത്. അടുത്ത ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസാണ്. عن عائشة رضي الله عنها أن النبي صلى الله عليه وسلم قال إذا أقيمت الصلاة وحضر العشاء فابدأوا بالعشاء. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഉഖീമത്തിസ് സലാ, നിസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെട്ടു, വഹളറൽ അശാ, അശ രാത്രി ഭക്ഷണം അത് തയ്യാറായി നിന്റെ മുന്നിലേക്ക് കൊണ്ടുവരപ്പെട്ടു, അത് കൊണ്ടുവന്നു, ഫബ്ദഉ ബിൽ അശ, എങ്കിൽ നീ അശ കൊണ്ട് ആരംഭിക്കുക, രാത്രി ഭക്ഷണം കൊണ്ട് ആരംഭിക്കുക എന്നതാണ് ഈ ഹദീസിൽ ഉള്ളത്. അദ്ദേഹം അതിനുശേഷം വഅൻ ഇബ്നു ഉമറ നഹ്വു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇതേ അർത്ഥത്തിലുള്ള ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് എന്നും കൊടുത്തതായി കാണാൻ സാധിക്കും. എന്താണ് ഈ ഹദീസിലുള്ളത്? ഈ ഹദീസിലുള്ളത് ഇതെന്തുകൊണ്ടാണ് ബാബു മവാഖീത്തിസ് സലയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? നിസ്കാരത്തിന്റെ വക്തുകളിലുള്ള ഒരു അധ്യായം, ഒരു പണ്ഡിതന്മാർ ഒരു അധ്യായത്തിന് ഹെഡിങ് കൊടുത്ത് അതിൽ കൊടുക്കുന്ന ഹദീസുകളെല്ലാം അതുമായി ബന്ധപ്പെട്ടിരിക്കും.
ഈ ഹദീസ് കൊടുക്കാനുള്ള കാരണം നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനം. സമയത്ത് തന്നെ നിർവഹിക്കുക എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനം. അഥവാ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ അവർ മസ്ജിദിലേക്ക് വരികയും അതിന്റെ ആദ്യ സമയത്ത് നിർവഹിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനം. എന്നാൽ ചില സമയത്ത്, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അവരങ്ങനെ നിസ്കാരത്തിന്റെ സമയം അല്പം പിന്തിപ്പിക്കാൻ പറ്റും. ചില ഉദുറുകൾ ഉണ്ടാകും. അത്തരത്തിൽപ്പെട്ട ചില ഉദുറുകളാണ് ഈ പറയുന്ന ഹദീസുകളിൽ ഉള്ളത്. ഇപ്പോഴുള്ള ഇനി വരുന്ന 2 ഹദീസുകളിൽ അതാണുള്ളത്. അതാണ് ഇവിടെ പറഞ്ഞത്. ഇത് ഉഖീമത്തിസ്സല, നിസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെട്ടു, ഇഖാമത്ത് കൊടുത്തു. ഇഖാമത്ത് കേട്ട് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഉദറില്ല. കേൾക്കുന്ന മുറക്ക് നമ്മൾ നേരെ മസ്ജിദിലേക്ക് എത്തുക എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് മറ്റ് കാര്യങ്ങളിൽ ഇനി വ്യാപൃതനാവാൻ പാടില്ലാത്തതാണ്. എന്നാൽ ആ സമയത്ത് വഹദറൽ അശ, നമ്മുടെ മുന്നിലേക്ക് അശ കൊണ്ടുവരപ്പെട്ടു. ഇശാഇന്റെ സമയത്ത് കഴിക്കുന്ന ഭക്ഷണത്തിനാണ് അശ എന്ന് പറയുക. അശ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിന്നർ, രാത്രി ഭക്ഷണമാണ്. അശ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരപ്പെട്ടു എങ്കിൽ ഫബ്ദഉ ബിൽ അശ, നിങ്ങൾ ആ അശ കഴിച്ചോളൂ എന്നാണ്. എന്നാൽ ഈ ഹദീസ് കൃത്യമായി അതിന്റെ വിശദീകരണം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് നിരുപാധികമായി ഉള്ള ഒരു കാര്യമല്ല. നമുക്ക് നിരുപാധികമായി ഇതെപ്പോഴും അമൽ ചെയ്യാൻ പാടുള്ള ഒരു കാര്യമല്ല. അതിൻ്റെതായ ചില നിബന്ധനകളൊക്കെ ഉണ്ട്. ഈ ഹദീസിൽ ചില റിവായത്തിൽ, അഥവാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന റിവായത്തിൽ ഇത് ഏത് നിസ്കാരമാണ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ വായിച്ച ആയിഷ റളിയല്ലാഹു അൻഹയുടെ റിവായത്തിൽ ഏത് നിസ്കാരം എന്ന് പറഞ്ഞിട്ടില്ല. ഇദാ ഉഖീമത്തിസ് സലാ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്തിൽ കാണാം ഇദാ ഉഖീമത് സലാത്തുൽ മഗ്രിബ്, മഗ്രിബ് നിസ്കാരത്തിന്റെ ഇഖാമത്ത് വിളിക്കപ്പെട്ടാൽ എന്ന് വന്നിട്ടുണ്ട്. എന്നാൽ ചില റിവായത്തുകളിൽ ഇദാ ഉഖീമത് സലാത്തുൽ ഇശാ, ഇശാ നിസ്കാരത്തിന്റെ ഇഖാമത്ത് വിളിക്കപ്പെട്ടാൽ എന്നും വന്നിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും നമുക്ക് സാധ്യമായ കാര്യം തന്നെയാണ്. ഏതൊരു നിസ്കാരത്തിനും ഈ നിബന്ധന, ഈ ഒരു കാര്യം നമുക്ക് അമൽ ചെയ്യാവുന്നതാണ്. എന്നാൽ ഇവിടെ മഗ്രിബ് നിസ്കാരത്തുമായി ബന്ധപ്പെട്ട് ഈ ഹദീസ് വന്നതിന്റെ അടിസ്ഥാനത്തിൽ ചില പ്രത്യേക കാര്യങ്ങൾ നമുക്ക് സൂചിപ്പിക്കാനുണ്ട്. അഥവാ മഗ്രിബ് നിസ്കാരത്തിന്റെ സമയം അത് അല്പം വിശാലമുള്ള സമയം തന്നെയാണെന്നാണ്. ചില മദ്ഹബുകളിൽ, പ്രത്യേകിച്ച് ഷാഫി മദ്ഹബുകാരായ ആളുകൾ നമുക്ക് കാണാൻ പറ്റും, അവര് മഗ്രിബ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മഗ്രിബിന് വേണ്ടിയിട്ടുള്ള സുന്നത്തൊന്നും നിസ്കരിക്കുകയില്ല. ബാങ്ക് കൊടുത്തു നേരെ പുറകിലേക്ക് വന്ന് നിന്ന് അവർ ഇഖാമത്ത് കൊടുക്കും, നേരെ നിസ്കാരം ആരംഭിക്കും. അവരതിന് ന്യായമായി പറയുന്നത് മഗ്രിബ് നിസ്കാരത്തിന്റെ സമയം വളരെ ചുരുങ്ങിയതാണ്, മഗ്രിബ് നിസ്കരിക്കാൻ മാത്രമേ ആ സമയമുള്ളൂ എന്നാണ്. വേറെ ചിലർ അത് അല്പസമയം കൂടിയുണ്ട്, മഗ്രിബ് നിസ്കരിക്കാൻ ആ ഒരു സമയം, ഒരു അല്പസമയം കൂടി കൂടുതലുണ്ട്, അതിന്റെ അപ്പുറത്തേക്കില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെ 5-10 മിനിറ്റൊക്കെ വൈകിപ്പിച്ചു കഴിഞ്ഞാൽ മഗ്രിബ് നിസ്കാരത്തിന്റെ സമയം അത് നഷ്ടപ്പെടും എന്നാണ് അവർ പറയുന്നത്. എന്നാൽ അത്തരക്കാരായ ആളുകൾ അവർ മനസ്സിലാക്കേണ്ടത് ഈ ഹദീസിൽ അവരുടെ പറയുന്ന ആ ഒരു കാര്യത്തിന് എതിരായിട്ടുള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇദാ ഉഖീമത്തി സലാത്തുൽ മഗ്രിബ്, മഗ്രിബ് നിസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് കൊടുക്കപ്പെടുകയും അങ്ങനെ ഭക്ഷണം മുന്നിലേക്ക് കൊണ്ടുവരപ്പെടുകയും ചെയ്താൽ ആദ്യം ഭക്ഷണം കഴിക്കട്ടെ എന്നാണ്. നമുക്കറിയാം, ഭക്ഷണം കഴിക്കണമെങ്കിൽ അത്യാവശ്യം ഒരു സമയം വേണം. ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവൻ മഗ്രിബ് നിസ്കരിക്കട്ടെ എന്നതാണുള്ളത്. ആ അശ ആദ്യം ആരംഭിക്കട്ടെ എന്നാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഫായിദ എന്ന് പറഞ്ഞാൽ മഗ്രിബ് നിസ്കാരത്തിന്റെ സമയം ആ നിസ്കരിക്കാനുള്ള 3 റക്അത്തിനുള്ള സമയം മാത്രമല്ല, അതിനേക്കാളും കുറച്ച് വിശാലമായ സമയം തന്നെയാണ്. അഥവാ ആകാശത്തുള്ള അസ്തമയ ശോഭ മായുന്നത് വരെയുള്ള സമയം അതിന് ഉണ്ട് എന്നാണ്. എന്നാൽ എങ്കിലും മഗ്രിബ് നിസ്കാരം മറ്റു നിസ്കാരങ്ങളെ പോലെയല്ല, ധൃതിപ്പെട്ട് നേരത്തെ തന്നെ നിസ്കരിക്കാൻ പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒരു നിസ്കാരം കൂടിയാണ്. പക്ഷേ ചില ആളുകൾ കരുതുന്നത് പോലെ അതിന് ആ ഒരു നിശ്ചയിക്കപ്പെട്ട സമയം മാത്രമേ ഉള്ളൂ, അതല്ലാത്ത സമയമില്ല എന്ന് പറയാൻ നിർവാഹമില്ല. കാരണം ഈ ഹദീസിൽ വ്യക്തമായിട്ട് തന്നെ ആ സമയത്ത് ഭക്ഷണം കൊണ്ടുവരപ്പെട്ടാൽ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം, ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നീട് നിസ്കരിക്കാം. പക്ഷേ ആ സമയം കുറഞ്ഞ സമയമേ ഉള്ളൂ എങ്കിൽ പിന്നീട് നമ്മൾ വക്തിൽ നിന്നും പുറത്തേക്ക് പോകും, നിസ്കരിക്കുന്ന സമയത്ത് വക്തിൽ നിന്നും പുറത്തേക്ക് പോകും. ഒരിക്കലും തന്നെ നിസ്കാരത്തിന്റെ വക്ത് അത് പിന്തിപ്പിക്കാൻ പാടുള്ളതല്ല. അതൊരു കാരണവശാലും നിസ്കാരത്തിന്റെ വക്ത് പിന്തിപ്പിക്കപ്പെടാൻ പാടില്ല. എന്നാൽ ലാഹിരി മദ്ഹബിലുള്ള ആളുകൾ അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ബാക്കി 4 മദ്ഹബിലുമുള്ള അടിസ്ഥാനപരമായ അഭിപ്രായമാണ് ഒരിക്കലും സമയം അത് തെറ്റിച്ച് ഒരു നിസ്കാരം നിസ്കരിക്കാൻ പാടില്ല, എന്ത് തന്നെ കാരണം ഉണ്ടായാലും. ഒരാൾക്ക് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ സമയം തെറ്റിക്കാൻ പാടില്ല. ഇപ്പൊ സുബഹിയുടെ സമയമായി, അവിടെ സൂര്യൻ ഉദിക്കാൻ അല്പം സമയമുള്ളൂ, വെള്ളം കിട്ടിയിട്ടില്ല എങ്കിലും അവൻ തയമ്മും ചെയ്ത് ഉടൻ തന്നെ നിസ്കരിക്കേണ്ടതുണ്ട്, അല്ലാതെ വെള്ളത്തിന് കാത്തുക്കാൻ പാടില്ല. ഇനി വസ്ത്രമില്ലെങ്കിൽ പോലും ആ സമയത്ത് എങ്ങനെയാണോ നിസ്കരിക്കാൻ സാധിക്കുന്നത് അതുപോലെ അവൻ നിസ്കരിക്കേണ്ടതുണ്ട്. കാരണം സമയം എന്ന് പറയുന്നത് ഷർത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഷർത്താണ്, ആക്കിദു ഷുറൂത്താണ്, ഷർത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്.
അപ്പൊ അങ്ങനെ ആയിരിക്കെ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം ആദ്യം കഴിക്കാനും പിന്നീട് നിസ്കരിക്കാനും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്ന് വ്യക്തമാണ് മഗ്രിബിന്റെ നിസ്കാരം അത് ഇവർ പറയുന്നത് പോലെ വളരെ ചുരുങ്ങിയ ഒരു സമയമല്ല. എന്നാൽ അതുപോലെ തന്നെ നമുക്ക് ഹദീസുകൾ, സഹിഹായ ഹദീസുകളിൽ കാണാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് മഗ്രിബിന് മുമ്പായിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. അത് റവാത്തിബ് അല്ല എങ്കിൽ പോലും ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളത് അത് ശർആക്കപ്പെട്ട കാര്യമാണ്. ഇതെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്ന മഗ്രിബ് എന്ന് പറയുന്നത് ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ ഇഖാമത്ത് കൊടുത്ത് നിസ്കരിക്കേണ്ടതായ ഒരു നിസ്കാരം അല്ല. മറിച്ച് അത് ഏറ്റവും വേഗത്തിൽ നിസ്കരിക്കുക എന്ന് തന്നെയാണ് നല്ലത്. എങ്കിലും ഇങ്ങനെ മനസ്സിലാക്കേണ്ടതില്ല എന്ന് ഈ ഹദീസ് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. നോക്കാം ഇനി ഹദീസിന്റെ കൂടുതൽ ഫായിദകളിലേക്ക് പോകാം. ഇദാ ഉഖീമത്തിസ് സലാ, നിസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് കൊടുക്കപ്പെട്ടു. വഹദറൽ അശ, അശ ഹാജരായി. ഫബ്ദഉ ബിൽ അശ, അശ കൊണ്ട് നിങ്ങൾ ആരംഭിക്കുക. ഇവിടെ ഹദറൽ അശ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഹദറ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹദറ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിലേക്ക് ഹാജരാകേണ്ടതുണ്ട്. ഭക്ഷണം തയ്യാറായാൽ ഈ നിയമം ബാധകമല്ല. ഭക്ഷണം തയ്യാറായാൽ ബാധകമല്ല. പണ്ഡിതന്മാർ പറയുന്നു, അങ്ങനെ ആദ്യം ഭക്ഷണം കഴിച്ച് നിസ്കാരം പിന്തിപ്പിക്കാനുള്ള അവസരം ഉണ്ടാകണമെങ്കിൽ, അങ്ങനെ ഒരു ഓപ്ഷൻ എടുക്കണമെങ്കിൽ 2 നിബന്ധനകളുണ്ട്. ഒന്ന്, ഭക്ഷണം നിന്റെ മുന്നിലേക്ക് വരണം. അതോ പ്ലേറ്റിൽ വിളമ്പിയിട്ട് നിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഇഖാമത്ത് കൊടുക്കണം. അങ്ങനെ ആകുമ്പോഴേ പറ്റുകയുള്ളൂ. അതല്ലാതെ വീട്ടിലിപ്പോ കുക്കറിന്റെ വിസിൽ നിങ്ങൾ കേൾക്കുന്നുണ്ട്, അതല്ലെങ്കിൽ ചെമ്പിൽ നിന്ന് തിളച്ച് അതിന്റെ മണം വന്നിട്ടുണ്ട്, പോരാ. മറിച്ച് നിന്റെ മുന്നിലേക്ക് എത്തേണ്ടതുണ്ട്. അതാണ് ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ എല്ലാ സമയത്തും ഭക്ഷണം ഉണ്ടാവും. ഇന്ന് പണ്ടത്തെ കാലത്ത് പോലെയല്ല, എപ്പോൾ നോക്കിയാലും ഭക്ഷണം വീട്ടിലുണ്ടാവും. ഭക്ഷണം ഫ്രിഡ്ജിലുണ്ടാവും, അതല്ലെങ്കിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഏത് നേരത്തും ഇത് ഭക്ഷണം റെഡിയായിരിക്കും. അതല്ല ഉദ്ദേശിക്കുന്നത്. നിന്റെ മുന്നിലേക്ക് വിളമ്പി വരണം. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തെ നിബന്ധനയായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, നമുക്ക് ആ ഭക്ഷണം കഴിക്കാനുള്ള അതിയായ താല്പര്യം ഉണ്ടാകണം. ചില ആൾക്ക് താല്പര്യം ഉണ്ടാവില്ല, ഭക്ഷണം അവിടെ മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ നമുക്കൊരു താല്പര്യമൊന്നുമില്ല, എനിക്കിപ്പോൾ കഴിക്കാൻ യാതൊരു ആഗ്രഹവുമില്ല, എനിക്ക് വിശപ്പുമില്ല, അതിനോടൊരു താല്പര്യവും ഇല്ല, എനിക്ക് നിസ്കരിക്കാൻ തന്നെയാണ് ഇപ്പോൾ താല്പര്യം. അങ്ങനെയാണെങ്കിൽ അത് പാടില്ല. എന്നാൽ അതല്ലാത്ത സന്ദർഭത്തിൽ ഒരാൾക്ക് നല്ല വിശപ്പുണ്ട്, അയാൾക്ക് അതിയായ വിശപ്പുണ്ട്, നല്ല വിശപ്പുണ്ട്, അപ്പോൾ അങ്ങനെ താല്പര്യം, ഭക്ഷണം കഴിക്കാൻ താല്പര്യമുണ്ട്, അപ്പോൾ ഇങ്ങനെ മുന്നിലേക്ക് വന്നു, അപ്പോഴാണ് ഇഖാമത്ത് കൊടുക്കുന്നത് കേട്ടാൽ അവൻ വേഗം പോയി എങ്ങനെയൊക്കെ നിസ്കരിച്ചു വന്നിട്ട് ഈ മെയിൻ പരിപാടിയിലേക്ക് വരലല്ല. നമ്മുടെ മെയിൻ പരിപാടി നിസ്കാരമാണ്. നിസ്കാരമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അമൽ, ഭക്ഷണം കഴിക്കലല്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നിസ്കാരം ഏതെങ്കിലും രൂപത്തിൽ കഴിച്ചു വന്നിട്ട് പിന്നെ ഭക്ഷണം റാഹത്തായി കഴിക്കാം എന്നുള്ളതല്ല. മറിച്ച് നമുക്ക് ആവശ്യത്തിന് വിശപ്പടങ്ങുന്ന അത്രയും, 1-2 ലുക്കുമകൾ മാത്രമല്ല, 1-2 ഉരുളകൾ മാത്രമല്ല. പണ്ഡിതന്മാർ പറഞ്ഞു നമുക്ക് മനസ്സിനൊരു സമാധാനം കിട്ടുന്ന രൂപത്തിൽ അത്രയും ഭക്ഷണം കഴിച്ചതിന് ശേഷം ആ നിസ്കാരത്തിലേക്ക് വരട്ടെ. ചിലപ്പോൾ അങ്ങനെ നിസ്കാരത്തിലേക്ക് വരുന്ന സമയത്ത് അവൻ 1 റക്അത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം, കുഴപ്പമില്ല. ചിലപ്പോൾ 2 റക്അത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം, കുഴപ്പമില്ല. ചിലപ്പോൾ ജമാഅത്ത് തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം, എന്നാലും കുഴപ്പമില്ല എന്നാണ് ഈ ഹദീസിൽ നിന്നും മനസ്സിലാക്കേണ്ടത് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 2 ഷർത്തുകളുണ്ട്. ഒന്ന്, ഭക്ഷണം നിന്റെ മുന്നിലേക്ക് ഹാജരാകേണ്ടതുണ്ട്. രണ്ടാമത്, ആ ഭക്ഷണം അത് നിനക്ക് കഴിക്കാനുള്ള താല്പര്യം ഉണ്ടാകേണ്ടതുണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് മൂന്നാമതൊരു കാര്യവും കൂടി പറഞ്ഞിട്ടുണ്ട്. അത് നിനക്ക് ഹലാലായിരിക്കണം, കഴിക്കൽ അനുവദനീയമായ ഒരു സന്ദർഭത്തിലായിരിക്കണം. അതിന് അദ്ദേഹം ഒരു ഉദാഹരണമായി പറഞ്ഞത്, ഒരു പക്ഷേ നീ അസർ നിസ്കരിക്കാൻ പോകുന്ന സമയത്ത്, നോമ്പിന്റെ കാലത്ത്, റമളാനിലോ അല്ലെങ്കിൽ നിനക്ക് സുന്നത്ത് നോമ്പുള്ള സമയത്ത്, അപ്പൊ അസർ കഴിക്കാൻ പോകുന്ന സമയത്ത് വീട്ടിലേക്ക് നല്ലൊരു ഭക്ഷണം നിന്റെ മുന്നിലേക്ക് വന്നു. നിനക്ക് അവിടെ അപ്പം ഭക്ഷണം കഴിക്കൽ പാടില്ല, നീ നോമ്പ് കാരണം. അപ്പൊ ആ സമയത്ത് നിനക്ക് ബാധകമല്ല. അതല്ലെങ്കിൽ നിനക്ക് അനുവദനീയമല്ലാത്ത മറ്റൊരാളുടെ ഭക്ഷണമാണ് നിന്റെ സൈഡിലുള്ളത് എന്ന് വിചാരിക്കുക. മറ്റൊരാളുടെ ഭക്ഷണം, അത് നമുക്ക് കഴിക്കൽ അനുവദനീയമല്ല, നമ്മുടെ മിൽക്കിലുള്ളതല്ല, നമ്മുടെ ഉടമസ്ഥതയിലുള്ളതല്ല. ആ സമയത്തും പാടില്ല എന്നൊരു നിബന്ധന കൂടി ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അശ്റഫുൽ മുംതിഅലെല്ലാം പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് ഹദർ അൽ അശ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മുന്നിലേക്ക് തന്നെ ഹാജരായി വിളമ്പിക്കൊണ്ടുവരേണ്ടതുണ്ട്. എന്നിട്ട് പറഞ്ഞു ഫബ്ദഉ ബിൽ അശ, അശ കൊണ്ട് ആരംഭിക്കുക എന്ന് പറഞ്ഞു. അശ കൊണ്ട് ആരംഭിക്കുക. അപ്പോൾ ഇവിടെ 2 രൂപത്തിലാണ് പണ്ഡിതന്മാർ പറയുന്നത്. 2 അവസ്ഥ ഉണ്ടായേക്കാം. അശ കൊണ്ട് ആരംഭിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ അവൻ ഭക്ഷണം കഴിച്ച് അവന് പിന്നീട് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അവൻ നിസ്കാരത്തിന്റെ വക്തിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും, ഇശയുടെ വക്തിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും. ഇനി അതല്ല, വേറൊരു രീതി വരാൻ സാധ്യതയുണ്ട്. ഒരാളുടെ ഇശയുടെ വക്ത് അവസാനിക്കാൻ, അതല്ലെങ്കിൽ ലുഹറിന്റെ വക്ത് അവസാനിക്കാം. ലുഹറാണെന്ന് വിചാരിക്കുക, അസർ ബാങ്ക് കൊടുക്കാൻ 10 മിനിറ്റേ ഉള്ളൂ, നല്ല വിശപ്പുണ്ട്, അപ്പോഴേക്ക് ഭക്ഷണം മുന്നിലേക്ക് വന്നു. അപ്പോൾ അവൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അസർ ബാങ്ക് കൊടുക്കും. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പൊ പണ്ഡിതന്മാർ പറയുന്നു അങ്ങനെ ചെയ്യാൻ പറ്റുകയില്ല. നിസ്കാരത്തിന്റെ സമയത്തിന്റെ ഉള്ളിൽ തന്നെ നിസ്കരിക്കാൻ പറ്റുമെങ്കിലേ ഈ ഒരു ഓപ്ഷൻ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. അതല്ലാതെ നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞു പോകുമെങ്കിൽ അത് പറ്റില്ല. അഥവാ ഈ ഹദീസിന്റെ അസ്ൽ എന്ന് പറയുന്നത് നമുക്ക് ജമാഅത്ത് നിസ്കാരത്തിൽ നിന്ന് പിന്തി നിൽക്കാനുള്ള ഉദുറുകളിൽപ്പെട്ട ഒരു ഉദുർ മാത്രമാണ്. അതല്ലാതെ വക്ത്
പിന്തിപ്പിക്കാനുള്ള ഉദറല്ല. വക്തിൽ തന്നെ നമ്മൾ നിസ്കരിക്കേണ്ടതുണ്ട്. മറിച്ച് ജമാഅത്ത് നിസ്കാരത്തിൽ നിന്നും പിന്തി നിൽക്കാനുള്ള ഒരു ഉദറാണ്. ഉദാഹരണം അങ്ങനെ വിചാരിക്കുക, ഒരാൾ യാത്രയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഇപ്പൊ യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ പിന്നെ അവൻ മുഖീമായി. അപ്പൊ ആ സമയത്ത് ഇഖാമത്ത് കൊടുത്താൽ എന്തായാലും മസ്ജിദിലേക്ക് വരണം. പക്ഷെ അവൻ നല്ല വിശപ്പോടു കൂടിയാണ് വന്നത്. വീട്ടിൽ നിന്നും ഭക്ഷണം വിളമ്പി മുന്നിലേക്ക് എത്തി. ഇഖാമത്ത് കൊടുത്താൽ നമുക്കത് കഴിച്ചതിന് ശേഷം പോയാൽ മതി. അവന് ഉദറുണ്ട് എന്നതാണ് ഈ ഹദീസിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നാൽ വക്ത് പോയാലും ഒരാൾക്ക് ഭക്ഷണം കഴിച്ചിട്ട് നിസ്കരിക്കാം. അത് വളരെ നാദിറായ, വളരെ റയറായിട്ടുള്ള ഒരു ഉണ്ടാകുന്ന ഒരു സാഹചര്യം മാത്രമാണ്. അത് പണ്ഡിതന്മാർ പറഞ്ഞത് അവൻ അത്ര വിശപ്പുണ്ട്, അവൻ വക്തിന്റെ ഉള്ളിൽ തന്നെ നിസ്കരിച്ചാൽ, നാം നേരത്തെ പറഞ്ഞതുപോലെ 5 മിനിറ്റേ ബാക്കിയുള്ളൂ, ആ 5 മിനിറ്റിൽ അവൻ നിസ്കരിക്കാം അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാം. ഭക്ഷണം കഴിച്ചാൽ അവൻ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ അത്രയും ബുദ്ധി അത്രയും അവന് സാധിക്കുകയില്ല. അങ്ങനെ വിശക്കുന്ന അത്രയും ദാഹമുണ്ട്. അങ്ങനെയുള്ള ഘട്ടത്തിൽ മാത്രം വക്ത് കഴിഞ്ഞാലും അവന് ഭക്ഷണത്തെ മുന്തിക്കാം. അത് വളരെ റയറായിട്ട് മാത്രം, നാദിറായിട്ട് വരുന്ന ഒരു സാഹചര്യം മാത്രമായിട്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അതല്ലാത്ത സമയത്തെല്ലാം വക്തിനുള്ളിൽ തന്നെ ആയിട്ട് വേണം ഈ നിസ്കരിക്കാൻ എന്നുള്ളത് പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഇദ്ദേഹം ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ചില ഫവായിദുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞ ഒന്നാണ്, അദ്ദേഹം പറയുന്നു, അൽ മുഹാഫളതു അലൽ ഫദ്ലിൽ മുതഅല്ലിഖി ബിദാത്തിൽ ഇബാദ അഫ്ളലു വഔലാ ബിൽ മുറാഅത്തി മിമ്മാ യതഅല്ലഖു ബിസമനിഹാ. ഒരു കാര്യം ഒരു പ്രത്യേക സമയത്ത് ചെയ്യേണ്ടതാണ്. ആ പ്രത്യേക സമയത്ത് ചെയ്യലാണ് അതിന്റെ കൂലി. എന്നാൽ ആ ഇബാദത്തിനൊരു പ്രത്യേക രൂപത്തിൽ ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ വൈരുദ്ധ്യമായി നിന്നു കഴിഞ്ഞാൽ ഇബാദത്തിനെ സംരക്ഷിക്കുക എന്നതിനായിരിക്കണം മുന്തിക്കേണ്ടത്. ഇപ്പൊ ഇവിടെ ഈ പറഞ്ഞതുപോലെ നിസ്കാരം ഖുശൂവോട് നിസ്കരിക്കുക എന്നുള്ളതാണ് നിസ്കാരത്തിൽ നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എങ്ങനെയെങ്കിലും നിസ്കരിക്കാനല്ല. എങ്ങനെയെങ്കിലും നിസ്കരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂലി ലഭിക്കുകയില്ല. ഖുശൂവോടുകൂടി നിസ്കരിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നിസ്കാരം അതിന്റെ സമയം കൂടി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആദ്യ വക്തിൽ നിസ്കരിക്കലാണ് അഫ്ളലായിട്ടുള്ളത്. മഗ്രിബ് അതിന്റെ ആദ്യ വക്തിൽ നിസ്കരിക്കലാണ് അഫ്ളലായിട്ടുള്ളത്. പക്ഷേ ആ അഫ്ളലിനെ നമുക്ക് കുറച്ചല്പം പിന്തിപ്പിക്കാം. ഈ നിസ്കാരത്തിനും തന്നെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ നിസ്കാരത്തിനൊരു കോട്ടമില്ലാതെ നമ്മൾ സൂക്ഷിക്കണം. അതുപോലെ അദ്ദേഹം വേറൊരു ഉദാഹരണം കൂടി പറഞ്ഞിട്ടുണ്ട്. അത് പലപ്പോഴും ഉംറ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. ഉംറയിൽ നമുക്കറിയാം, തവാഫ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ 3 തവാഫിൽ റംല് സുന്നത്താണ്. റംല് സുന്നത്ത്, റംല് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരല്പം വേഗത്തിൽ ഓടുക എന്നുള്ളതാണ്. വേഗത്തിൽ നടക്കുക, അഥവാ സ്പീഡിൽ ഓടുന്നതിനും നടക്കുന്നതിന്റെയും ഇടയിലുള്ള രൂപമായിരിക്കും റംല് എന്ന് പറയുന്നത്. അത് സുന്നത്തായ കാര്യമാണ്, ഉംറയിൽ സുന്നത്തായ കാര്യമാണ്. അതുപോലെ ഒരു സ്ഥലം, ഏറ്റവും അഫ്ളലായ സ്ഥലം കാബയുടെ അടുക്കലുള്ള സ്ഥലമാണ്. ഇപ്പോൾ ഒരാൾക്ക് ഒന്നാമത്തെ കാബയുടെ തൊട്ടടുത്തുള്ള സ്ഥലത്തേക്ക് കൂടി തവാഫ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്, ദൂരത്തുനിന്ന് ചെയ്യുന്നതിനേക്കാൾ. പക്ഷേ ഇങ്ങനെ ഒരു വിഷയം വന്നു, കാബയുടെ തൊട്ടടുക്കിലേക്ക് പോകുമ്പോൾ ഭയങ്കര തിരക്കാണ്. അവിടുന്ന് തവാഫ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റംലിന് സാധിക്കുകയില്ല. എന്നാൽ ജനങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് കുറച്ച് പുറകോട്ടേക്ക് മഖാം ഇബ്രാഹിമിന്റെ ഭാഗത്തേക്ക് കൂടി അല്ലെങ്കിൽ അതിന്റെ പുറകിലേക്ക് കൂടിയൊക്കെ നമുക്ക് തവാഫ് ചെയ്യുകയാണെങ്കിൽ അല്പം ദൈർഘ്യവും ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് റംലിനൊക്കെ സാധിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ റംലിന് സാധിക്കുന്ന ഭാഗത്ത് പോയിട്ട് തവാഫ് ചെയ്യലാണ് അഫ്ളൽ. കാരണം റംൽ എന്ന് പറയുന്നത് ആ ഇബാദത്തുമായി ബന്ധപ്പെട്ടതാണ്, മറ്റേത് ആ മക്കാനുമായി ബന്ധപ്പെട്ടതാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളാഹ് പല രൂപത്തിലും അങ്ങനെ പറഞ്ഞതായി കാണാൻ സാധിക്കും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്ത്രീകളുടെ നിസ്കാരത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾക്ക് ഏറ്റവും അഫ്ളലായിട്ടുള്ള സ്ഥലം ഏതാണ് നിസ്കരിക്കാൻ? വീട് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അത് ഹറമുകളിൽ പോയാൽ പോലും അവർക്ക് വീടുകൾ തന്നെയാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. പക്ഷെ അവരുടെ വീടുകളിൽ നിസ്കരിക്കാൻ സാധിക്കാത്ത അത്രയും പ്രയാസമുള്ള ശബ്ദകോലാഹലങ്ങളും ബഹളങ്ങളൊക്കെ ഉണ്ട്. തൊട്ടടുത്ത് തന്നെ മസ്ജിദും ഉണ്ട്. മസ്ജിദിൽ പോയാലാണെങ്കിൽ നല്ല ഖുശൂ ലഭിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ അത്തരം സാഹചര്യങ്ങൾ സ്ത്രീകൾക്ക് മസ്ജിദിൽ വന്ന് നിസ്കരിക്കുന്നത് നല്ലതാണ് എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാൻ സാധിക്കും. കാരണം ഇബാദത്തിന്റെ മുഹാഫളത്താണ് ആ സ്ഥലവുമായി ബന്ധപ്പെട്ട ഫദ്ലിനേക്കാളും നമുക്ക് അത്യാവശ്യം. ഇബാദത്തിനെ നന്നാക്കുക എന്നുള്ളതാണ് ആ ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് ആ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളും നമുക്ക് അഫ്ളലായിട്ടുള്ളത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാൻ സാധിക്കും. അടുത്തൊരു ഫായിദയായിട്ട് അദ്ദേഹം പറഞ്ഞത് അൽ ഇഷാറത്തു ഇലാ അഹമ്മിയത്തിൽ ഖുശൂഇ ഫിസ് സ്വലാ. നിസ്കാരത്തിൽ എത്രമാത്രം ഖുശൂ വേണം എന്നുള്ളത് ഈ ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുന്നു, നമുക്ക് ജമാഅത്ത് നിസ്കാരത്തിന്റെ ഇനി അധ്യായം വരുന്നുണ്ട്. ജമാഅത്ത് നിസ്കാരത്തിന്റെ ഫദ്ലും അത് വാജിബാണെന്ന് അറിയിക്കുന്ന എത്ര ഗൗരവത്തോടു കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്ത് നിസ്കാരം പുരുഷന്മാർക്ക് നിർബന്ധമാണെന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഇനി വരുന്നുണ്ട്. ഇങ്ങനെയെല്ലാം ആയിരിക്കെ ഇങ്ങനെ ജമാഅത്ത് നിസ്കാരത്തിന് ഉദുറായിട്ടൊരു കാര്യം പറഞ്ഞത് എന്താണ്? ഖുശൂ പോകുന്ന സമയത്ത് ആ ജമാഅത്ത് നിസ്കാരത്തിന് ഒരു ഉദുർ നൽകിയിട്ടുണ്ട്. ഇത്രയും പ്രാധാന്യമുള്ള ഒരു ജമാഅത്ത് നിസ്കാരം ഉദുർ നൽകിയിട്ടുണ്ട് ഖുശൂ നഷ്ടപ്പെടുമെന്നുള്ള സമയത്ത്. അപ്പോൾ ഖുശൂവിന് എത്രമാത്രം പ്രാധാന്യം
ദീനിൽ കൽപ്പിച്ചിട്ടുണ്ട്, ദീനിൽ അതിന് കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ പലപ്പോഴും അത് ശ്രദ്ധിക്കില്ല. നമ്മൾ എങ്ങനെയൊക്കെ നിസ്കരിക്കുക എന്നുള്ളത് മാത്രമേ ശ്രദ്ധിക്കുള്ളൂ. എങ്ങനെ വേഗം വന്ന് നിസ്കരിക്കാം, ഏതെങ്കിലും രൂപത്തിൽ നിസ്കരിക്കാം. ചിലപ്പോൾ നമ്മൾ മുന്നിലത്തെ സഫിൽ തന്നെ ഉണ്ടാവും, ചിലപ്പോൾ നമ്മൾ ആദ്യം തന്നെ എത്തിയിട്ടുണ്ടാവും. പക്ഷെ ഖുശൂവുമായി ബന്ധപ്പെട്ട ഒന്നും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ദീനിൽ എന്നാൽ ഖുശൂവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അത്രയും ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ജമാഅത്ത് നിസ്കാരത്തിന് ഇത്ര പ്രാധാന്യം ഉണ്ടായിട്ട് പോലും ഇവിടെ ഈ ഒരു അളവ് നൽകിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നു, ഹത്താ ഇന്നൽ ഇൻസാന ഉദിന ലഹു അൻ യദഅ അസ്സലാത മഅൽ ജമാഅ മിൻ അജ്ലി അൻ യഅകുല വകദാലിക അൻ യശ്റബ്. അവന് ഭക്ഷിക്കാനോ വെള്ളം കുടിക്കാനോ വേണ്ടി ജമാഅത്ത് നിസ്കാരം പോലും ഉപേക്ഷിക്കാൻ അല്ലാഹു തആല അളവ് നൽകിയിരിക്കുകയാണ്. അവനങ്ങനെ നിസ്കരിക്കേണ്ടതില്ല. കാരണം ഖുശൂ ആണ് വളരെ പ്രധാനം. പക്ഷെ നമ്മൾ പലപ്പോഴും നിസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഖുശൂ ആണെന്നുള്ളത് പലപ്പോഴും മറന്നു പോകുകയാണ്. നമ്മൾ ചിലപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുന്നുണ്ടാവും, അതിന്റെ ഷർത്തുകൾ പാലിക്കുന്നത് ഒക്കെ പാലിക്കേണ്ട തന്നെയാണ്. നമ്മൾ ചിലപ്പോൾ ഏറ്റവും വേഗത്തിൽ എത്തുന്നുണ്ടാവും. പക്ഷെ ഖുശൂ ആണ് ഏറ്റവും കൂടുതൽ നിസ്കാരത്തിൽ താല്പര്യപ്പെടുന്നത് എന്ന് നമ്മൾ മറന്നു പോവുകയാണ്. അപ്പോൾ ഈ ഹദീസിൽ നമുക്ക് അതിനുള്ള വലിയ പാഠമുണ്ട്. നിസ്കാരത്തിൽ ഏറ്റവും വേണ്ട നിസ്കാരത്തിന് ലുബ്ബുസ്സല, അതിന്റെ മജ്ജ തന്നെ, അതിന്റെ പൂർണ്ണമായിട്ടുള്ളത് ഖുശൂ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, ഇത് കേവലം ഈ ഹദീസിൽ ഭക്ഷണത്തിനെ കുറിച്ചിട്ടാണ് വന്നത് എങ്കിൽ ഇത് വെള്ളവുമായി ഖിയാസാക്കാവുന്നതാണ്. ഒരാൾക്ക് അയാൾക്ക് അതിയായ ദാഹമുണ്ട്. എന്നാൽ വീട്ടിൽ നിന്ന് കിണറ്റിന്നോ മറ്റോ വലിച്ചിട്ടേ വെള്ളം കുടിക്കാനുള്ള അവസരമുള്ളൂ. അപ്പോൾ അവൻ വേഗം പോയി കിണറ്റിൻ്റെ വക്ക് പോയി വെള്ളം എടുത്ത് കുടിച്ച് തിരിച്ചു വന്ന് നിസ്കരിച്ചാൽ മതി. കാരണം അവന് ഭയങ്കരമായ ദാഹം. നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവന് ചിലപ്പോൾ ഓതാൻ കിട്ടൂല, അത്രയും ദാഹമുണ്ട്. അപ്പം ആ കാര്യത്തിൽ അവൻ എന്ത് ചെയ്യണം? ആ വെള്ളം കുടിക്കണം. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിനോട് ഖിയാസ് ചെയ്തിട്ടുണ്ട്. എത്രത്തോളം അദ്ദേഹം പറഞ്ഞു, ചില സമയത്ത് ഭയങ്കരമായ ചൂടുണ്ട്, നമുക്കിങ്ങനെ വേർത്തൊലിക്കുന്ന ചൂടെടുത്ത് പ്രയാസപ്പെടുകയാണ്. എന്നാൽ വേഗം വെള്ളം ശരീരത്തിലേക്ക് പാർന്നു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം കിട്ടും, വേഗം നിസ്കരിക്കാം. അതല്ലാതെ നമ്മൾ കൈകെട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരു ഖുശൂവും കിട്ടുകയില്ല. അപ്പം അദ്ദേഹം പറയുന്നു, ആ വേഗം പോയി കുളിച്ച് വന്ന് സഫിൽ നിൽക്കുക, നിസ്കാരത്തിൽ നിൽക്കുക, ഒരു റക്അത്ത് പോയാലും സാരില്ല, ആ രൂപത്തിൽ വരിക എന്നതാണ് അഫ്ളൽ. കാരണം ഖുശൂവിനാണ് പ്രാധാന്യം. അതുപോലെ തണുപ്പിന്റെ സമയത്ത് ഭയങ്കരമായ തണുപ്പാണുള്ളത്. അവന് വേണമെങ്കിൽ വേഗം പോയി ഒരു മുകളിലോ മറ്റോ വീട്ടിലോ മറ്റോ പോയി ഒരു വസ്ത്രമൊക്കെ ധരിച്ചു വരികയാണെങ്കിൽ ഖുശൂവോടുകൂടി നിസ്കരിക്കാൻ പറ്റും. അല്ലെങ്കിൽ ആകെ തണുത്ത് വറക്കും. പക്ഷെ നമുക്ക് ചിലപ്പോൾ അത് അനുഭവം ഉണ്ടാവുകയില്ല. അത് വിദേശത്തോ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥലങ്ങളിലോ ഒക്കെ നിൽക്കുന്ന ആളുകൾക്ക് അതറിയാം എത്രമാത്രം പ്രയാസം ഉണ്ടാകും തണുപ്പ് കാലഘട്ടത്തിൽ എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം അങ്ങനെയുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിസ്കാരത്തിന് ഖുശൂവിനെ ബാധിക്കുന്ന രൂപത്തിലുള്ള ഹലാലായ കാര്യങ്ങളെല്ലാം നമുക്കത് സ്വീകരിച്ചിട്ട് വരാം. എന്നാൽ ഹറാമായ ചില കാര്യങ്ങളുണ്ടാവും. ചില ആളുകൾക്ക് അവർക്ക് ഖുശൂ ലഭിക്കാതിരിക്കുക. ചില ആളുകൾ ഇങ്ങനെ കളിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ചില ആളുകൾ മുമ്പ് പറഞ്ഞതായി കേട്ടിട്ടുണ്ട്, അവരിങ്ങനെ സിനിമ ഒക്കെ കാണും. അപ്പോൾ സിനിമ കാണുന്ന സമയത്ത് 4 മണിക്ക് സിനിമ കാണാം, 5 മണിക്ക് ചെറിയ വാർത്ത വായിക്കാൻ 2 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് വേണം അസർ നിസ്കരിക്കാന്നുള്ളത്. ഒന്നാമത് അവൻ ഹറാമാണ് ചെയ്യുന്നത്, ഒരിക്കലും പാടില്ല. അപ്പോൾ അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവന് സിനിമ ഒക്കെ കണ്ടു വന്നിട്ട് പിന്നെ നിസ്കരിച്ചാൽ മതി എന്നല്ല, അത് ഹറാമായ കാര്യമാണ്. നമ്മളിവിടെ പറയുന്നത് ഭക്ഷണവും വെള്ളവും ഇതുപോലെ ഹലാലായി സ്വീകരിക്കാൻ പറ്റുന്ന കാര്യമാണ്. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഏതെങ്കിലും ശുഗലാകുന്ന കാര്യങ്ങളിലേക്ക് വ്യാപൃതനായാൽ പിന്നീട് വന്ന് നിസ്കരിക്കുന്ന സമയത്ത് നമുക്ക് ആ ശുഗല് മനസ്സിലുണ്ടാകും. അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ ഹദീസിൽ വന്നിട്ടുള്ളത് ഖുശൂവുമായി ബന്ധപ്പെട്ട കാര്യം അത് വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുകയാണ്. അതുപോലെ അദ്ദേഹം ഇതിൽ മറ്റൊരു കാര്യമായി ഒരു ഫദ്ലായി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഈ ദീനുൽ ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രമാത്രമാണ് മനുഷ്യന്റെ ഹക്കുകൾ, അവന്റെ ഹക്കുൻ നഫ്സ്, സ്വന്തമായിട്ടുള്ള ഹക്കുകളെ പരിഗണിച്ചത് എന്ന്. ആളുകൾ ചിലപ്പോൾ ഇസ്ലാമിനെ വിമർശിക്കും, അവന് മനുഷ്യന്മാരുടെ ഹക്കിനൊന്നും അവർക്ക് വേണ്ട അവകാശത്തിന് യാതൊരു പരിഗണനയുമില്ല എന്ന്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹക്കിൽ അല്ലാഹു നിങ്ങൾക്ക് ഇളവ് നൽകുകയാണ്. അള്ളാഹുവിന്റെ ഹക്കാണ് നമുക്ക് ഇബാദത്തുകൾ എന്ന് പറഞ്ഞാൽ. വാജിബായി നമുക്ക് നിസ്കാരത്തിൽ ജമാഅത്തായി നിസ്കരിക്കുക എന്നുള്ളത്. ഭക്ഷണം കഴിക്കുക എന്നുള്ള നമ്മുടെ ഹക്കുൻ നഫ്സാണ്, സ്വന്തം ശരീരത്തിനോടുള്ള ഹക്കാണ്. അല്ലാഹു തആല അത് നമുക്ക് നൽകുകയാണ്. ഈ ഭക്ഷണം കഴിച്ചിട്ട് ജമാഅത്തിലേക്ക് വന്നാൽ മതി, ഈ വെള്ളം കുടിച്ചിട്ട് ജമാഅത്തിലേക്ക് വന്നാൽ മതി. അത്രയും യുസ്റാണ് ദീനിന്റെ കാര്യങ്ങൾ. ദീന് പഠിക്കുന്ന സമയത്ത് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. എവിടെയെല്ലാം മശക്കകളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, ദീനിൽ അതിന് തൈസീർ, എളുപ്പം വന്നതായി കാണാൻ സാധിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് 1-2 ഉരുള കഴിച്ച് വരണം എന്നല്ല, മറിച്ച് ഒരാൾക്ക് അവന്റെ വിശപ്പടങ്ങുന്നത് വരെ ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാവുന്നതാണ്. അതുപോലെ തന്നെ ഇതെല്ലാ നിസ്കാരത്തിനും ഖിയാസാക്കാവുന്നതാണ്. ഈ നിസ്കാരത്തിൽ അശാവുമായി ബന്ധപ്പെട്ട അഥവാ രാത്രി ഭക്ഷണം വിളമ്പുന്നതുമായി ബന്ധപ്പെട്ടതാണ് വന്നതെങ്കിലും ഇനി അതല്ല, നമുക്ക് ഗദാത്ത് ഉച്ചക്കുള്ള ഭക്ഷണത്തുമായി ബന്ധപ്പെട്ടതും ഇത് നമുക്ക് അനുവദനീയമാണ് എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ഹദീസും ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് തന്നെയാണ്. വലി മുസ്ലിമിൻ അൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത് سمعت رسول الله صلى الله عليه وسلم يقول لا صلاة بحضرة طعام ولا وهو يدافعه الأخبثان. ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ലാ സലാത്ത,
ഒരുവൻ നിസ്കരിക്കാൻ പാടില്ല, ഒരുവൻ നിസ്കാരമില്ല ബിഹദ്റത്തി തആമിൻ, ഭക്ഷണം വിളമ്പിയിരിക്കുന്ന സമയത്ത്, വലാ വഹുവ യുദാഫിഉഹു അൽ അഖ്ബസാൻ, അവന് മലമൂത്ര വിസർജ്യങ്ങൾ അത് പുറത്തേക്ക് കളയാനുള്ള പ്രയാസമുണ്ടായിരിക്കുന്ന സമയത്ത്. ഒരാൾക്ക് മലമൂത്ര വിസർജനം നടത്തണം, ആ സമയത്ത് ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ എങ്ങനെയെങ്കിലൊക്കെ നിസ്കരിക്കാൻ പ്രയാസപ്പെട്ടിട്ട് നിസ്കരിക്കാൻ വരിക എന്നുള്ളതല്ല, മറിച്ച് അത് നേരത്തെ വേഗം പോയി ടോയ്ലറ്റിൽ പോയി അവന്റെ ഖളാഉൽ ഹാജ അത് കഴിച്ചതിന് ശേഷം നിസ്കരിക്കാൻ വരിക എന്നുള്ളതാണ്. കാരണം അങ്ങനെ ഒരാൾ ചെയ്തിട്ടില്ല എങ്കിൽ എത്രമാത്രം പ്രയാസമായിരിക്കും നിസ്കാരത്തിൽ ഉണ്ടാകുക എന്ന് നമുക്ക് സങ്കല്പിക്കാവുന്നതാണ്. വലിയ പ്രയാസമായിരിക്കും, അവൻ യാതൊരു ഖുശൂഉം ലഭിക്കുകയില്ല. അവൻ ഇമാമിന്റെ ഓത്ത് കേട്ടിട്ട് അവനൊരു ഖുശൂഉം ലഭിക്കുകയില്ല, അത് കേൾക്കാൻ ശ്രദ്ധിക്കാൻ തോന്നുകയില്ല. അവന്റെ റുക്കൂകളും സുജൂദുകളൊക്കെ എങ്ങനെയെങ്കിലൊക്കെ തീർക്കണം, എങ്ങനെയെങ്കിലൊക്കെ സലാം വീട്ടണം എന്ന ചിന്തയായിരിക്കും. അതുകൊണ്ട് അവൻ ടോയ്ലറ്റിൽ പോയി അവന്റെ ആവശ്യങ്ങൾ കഴിച്ചതിന് ശേഷം തിരിച്ചു വരിക എന്നതാണ് അവന് വേണ്ടത്. ഈ ഒരു ഹദീസിൽ ഈ ഒരു കാര്യങ്ങൾ കൂടി അൽ അഖ്ബസാൻ എന്ന് പറഞ്ഞാൽ അൽ ബൗൽ വൽ ഗായിത്ത് എന്ന് വേറെ ഹദീസിൽ വ്യക്തമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഹദീസിൽ അതുകൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അഥവാ ജമാഅത്ത് നിസ്കാരത്തിന് ഉദറായിക്കൊണ്ട് ഈ ഒരു കാര്യം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതല്ലാതെ എങ്ങനെയെങ്കിലും നേരത്തെ ഓടി വന്ന് എങ്ങനെയെങ്കിലൊക്കെ ജമാഅത്തിന് കൂടുക എന്നുള്ളതല്ല, മറിച്ച് അത് കൃത്യമായി പോയിട്ട് വരിക എന്നുള്ളതാണ്. പക്ഷേ പണ്ഡിതന്മാർ പറയുന്നത് ഒരു ആദത്തായിട്ട് നമ്മൾ എടുക്കാൻ പാടില്ല. എപ്പോഴും ഇഖാമത്ത് കൊടുക്കുന്ന സമയത്ത് വേണ്ട ടോയ്ലറ്റിൽ പോകുക, അല്ലെങ്കിൽ എപ്പോഴും ഇഖാമത്ത് കൊടുക്കാൻ നേരത്ത് ഭക്ഷണം വിളമ്പുക, അതൊരു ആദത്തായി എടുക്കാൻ പാടില്ല. ആ ഇഖാമത്ത് കൊടുക്കുന്ന സമയത്ത് ഭാര്യ ഭക്ഷണമായി വരിക, എന്നിട്ട് അത് കഴിക്കുക, എന്നിട്ട് കഴിച്ചതിന് ശേഷം വരിക, അല്ലെങ്കിൽ ഇഖാമത്ത് കൊടുക്കുന്ന നേരത്തെ ടോയ്ലറ്റിൽ പോയി ഒരുപാട് നേരം കഴിഞ്ഞ് എപ്പോഴും അങ്ങനെ നിസ്കാരം കളയുക, അത് പാടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽപ്പെട്ടതാണ്. മറിച്ച് ഇങ്ങനെ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ നമുക്ക് ദീനിൽ ഇളവുണ്ട് എന്നതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നാണ്. അപ്പോൾ ഈ രണ്ട് ഹദീസ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അടുത്ത ഹദീസ് عن عبد الله بن عباس رضي الله عنهما قال شهد عندي رجال مرضي وأرضاهم عندي عمر أن النبي صلى الله عليه وسلم نهى عن الصلاة بعد الصبح حتى تطلع الشمس وبعد العصر حتى تغرب. عبد الله بن عباس رضي الله عنهما അദ്ദേഹം പറയുകയാണ്, ഷഹിദ ഇന്ദി റിജാൽ മർദിയൂൻ വഅർളാഹും ഇൻദി ഉമർ, അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട ആളുകളായ കുറച്ച് ആളുകൾ എനിക്ക് വിവരം നൽകിയിട്ടുണ്ട്, ഷഹാദത്ത് നൽകിയിട്ടുണ്ട്, സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. വഅർളാഹും ഇൻദി ഉമർ, അവരിൽ ഏറ്റവും എനിക്ക് തൃപ്തിയുള്ളത്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഉമറാണ്. ഉമറും കുറച്ച് സഹാബത്തും ഈ ഹദീസ് റിവായത്ത് ചെയ്ത് തന്നിട്ടുണ്ട്, ഈ ഹദീസ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നല്ല, സഹാബത്തിൽ നിന്നാണ്. അങ്ങനെ ചെയ്യും സഹാബികൾ. ചിലപ്പോൾ മറ്റു സഹാബത്തിൽ നിന്നും ഹദീസ് ഉദ്ധരിക്കും, അവരായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും കേട്ടിട്ടുണ്ടാവുക. ഇവിടെ അങ്ങനെയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നത്. അദ്ദേഹം എന്താണ് പറയുന്നത്? അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അനിസ് സ്വലാത്തി ബഅദ സുബ്ഹി ഹത്താ തത്ലുഅ അശംസ്, സുബ്ഹിക്ക് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയത്ത് നിസ്കരിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുന്നു. വബഅദൽ അസ്രി ഹത്താ തഗ്റുബ്, അതുപോലെ തന്നെ അസ്ർ നിസ്കാരത്തിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള സമയത്തും നിസ്കരിക്കുക എന്നുള്ളത് വിരോധിച്ചിരിക്കുന്നു എന്നാണ്. ഈ ഒരു അധ്യായത്തിൽ ഈ ഹദീസുകൾ രണ്ട് ഹദീസുകൾ, ഇനി വരുന്ന രണ്ട് ഹദീസുകൾ, ഇത് ഔഖാത്തുൻ നഹി ബി ബയാനി ഔഖാത്തുൻ നഹി, നിസ്കാരം പാടില്ലാത്ത അഥവാ സുന്നത്തായ നിസ്കാരം നിസ്കരിക്കാൻ പാടില്ലാത്ത വിരോധിക്കപ്പെട്ട സമയങ്ങളെക്കുറിച്ച് അറിയിക്കുന്ന ഹദീസാണ്. അത് ഈ വക്തുകളിൽ നമുക്ക് നിരുപാധികമായി ഈ രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളത് പാടില്ല എന്നറിയിക്കുന്നതുമായി ബന്ധപ്പെട്ട ഹദീസാണ്. അപ്പോൾ ഈ ഹദീസിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുന്നുണ്ട്, നമുക്ക് നിസ്കരിക്കാൻ പാടില്ലാത്ത രണ്ട് സമയങ്ങളാണ്. പണ്ഡിതന്മാർ നിസ്കരിക്കാൻ പാടില്ലാത്ത സമയങ്ങളെ മൊത്തം 5 വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. 5 സമയങ്ങളിൽ നിസ്കാരം പാടില്ല. അത് മുജ്മലായി പറയുകയാണെങ്കിൽ, മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അത് 3 സമയങ്ങളാണ്. പക്ഷെ അത് വേറെ വിശദീകരിച്ച് പറയുകയാണെങ്കിൽ അത് 5 സമയങ്ങളാണ്. ഏതൊക്കെയാണത്? ആ 5 സമയങ്ങളിൽ ഒന്നാമത്തേത് സുബഹി മുതൽ സൂര്യൻ ഉദിക്കുന്ന അത്രയും സമയം, അത് തുലൂഉ ശംസ് വരെയുള്ള സമയം. നമുക്കിപ്പോൾ നമ്മുടെ ഉദയം എന്ന് പറഞ്ഞ് ഇതിൽ കാണിക്കുന്ന സമയം അതാണ് തുലൂഉ ശംസ്, സൂര്യൻ ഉദിക്കുന്ന സമയം. അതാണ് ഒന്നാമത്തെ സമയം. സുബഹി മുതൽ ഫജ്ർ മുതൽ തുലൂഉ ശംസ് വരെയുള്ള സമയം. ഇപ്പോൾ ഫജ്ർ 4:49 ആണ്, തുലൂഉ കാണിക്കുന്നത് 6:03 ആണ്. അപ്പോൾ അത്രയും സമയം, ഇതാണ് ഒന്നാമത്തെ വക്ത്. രണ്ടാമത്തെ വക്ത് എന്ന് പറയുന്നത് ഈ തുലൂഉ മുതൽ ഖൈദുർ റംഹ്, ഒരു കുന്തത്തിന്റെ അത്രയും ഉയരുന്ന ഒരു സമയമുണ്ട്. നമുക്ക് ഇഷ്റാഖ് ദുഹയുടെ ആദ്യ വക്തിൽ നമ്മൾ നിസ്കരിക്കുന്ന 2 റക്അത്ത്, അത് നിസ്കരിക്കാനുള്ള ഒരു സമയമുണ്ട്. അത് ഈ ഉദയത്തിന് ശേഷം 15 മിനിറ്റാണ്. പല ആളുകൾ അത് തെറ്റിദ്ധരിച്ചിട്ട് ഈ ക്ലോക്ക് നോക്കി 6:03 എന്ന് കാണുമ്പോൾ ആ നിസ്കരിക്കാനുള്ള സമയമായി എന്ന് ധരിച്ച് നിസ്കരിക്കാറുണ്ട്. ചില മസ്ജിദുകളിലൊക്കെ അങ്ങനെ കാണാറുണ്ട്. അങ്ങനെയല്ല, ഇതിൽ കാണിക്കുന്നത് സൂര്യന്റെ ഉദയത്തിന്റെ സമയമാണ്. അതിനുശേഷം നമ്മളൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നിസ്കാരം ആരംഭിക്കേണ്ടത്. അല്ലെങ്കിൽ 10 തൊട്ട് ഒരു 15 മിനിറ്റ് വരെ. ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് പറയുന്നത് അങ്ങനെയാണ്, 10 തൊട്ട് ഒരു 15 മിനിറ്റ് വരെ.
അപ്പോൾ ഒരു സൂക്ഷ്മതൊക്കെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ആണ് നമസ്കാരം ആരംഭിക്കണം. അത്രയും സമയം, അതാണ് രണ്ടാമത്തെ സമയം. നിസ്കാരം അനുവദനീയമല്ലാത്ത, നിസ്കാരം പാടില്ലാത്ത രണ്ടാമത്തെ സമയം അതാണ്. മൂന്നാമത്തെ സമയം എന്ന് പറയുന്നത് സൂര്യൻ നേരെ തലക്കു മുകളിൽ ഉണ്ടാകുന്ന സമയമാണ്. അത് ളുഹറിന് തൊട്ടു മുമ്പുള്ള സമയം. അത് വളരെ കുറഞ്ഞ മിനിറ്റുകളാണ്. ചില പണ്ഡിതന്മാർ പറയുന്നത് 3-4 മിനിറ്റൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്നാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഒരു 10 മിനിറ്റൊക്കെ പറഞ്ഞതായി കാണാൻ സാധിക്കും. അത് ളുഹ നിസ്കരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിന്റെ അവസാന സമയത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ഇപ്പോൾ ളുഹർ 12:24 അപ്പോൾ ഒരു 12:20 ശേഷമുള്ള സമയം, ആ ഒരു 4 മിനിറ്റ്, ആ സമയത്ത് സുന്നത്തായ നിസ്കാരങ്ങൾ നമ്മൾ നിരുപാധികമായി നിസ്കരിക്കുകയാണെങ്കിൽ അത് ഒഴിവാക്കുക. അതിന് മുന്നേ തന്നെ ളുഹ നിസ്കരിക്കുന്ന ആളുകൾ അതിന് മുന്നേ തന്നെ നിസ്കരിക്കുക. ഒരു സൂക്ഷ്മതയ്ക്ക് ഒരു 12:15 മുമ്പേ തന്നെ ളുഹ നിസ്കരിക്കുന്ന ആളുകൾ അത് നിസ്കരിക്കുക. നേരത്തെ നിസ്കരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ ഒരു സമയത്തേക്ക് നിസ്കരിക്കുക. അതിനുശേഷം വൈകിപ്പിക്കുക എന്നുള്ളത് പാടില്ല. കാരണം ഹറാമാക്കപ്പെട്ട മൂന്നാമത്തെ സമയം ഇതാണ്. നാലാമത്തെ സമയം എന്ന് പറയുന്നത് അസറിന് ശേഷം, അഥവാ അസർ നിസ്കാരത്തിന് ശേഷം സൂര്യൻ തഹ്മറു ശംസ്, സൂര്യൻ നല്ല ചുവപ്പ് കളറാകുന്ന ഒരു സമയമുണ്ട്. അത് അസ്തമിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള കുറച്ചു സമയം സൂര്യൻ നല്ല ചുവപ്പാകുന്ന ഒരു സമയമുണ്ട്. നമുക്ക് ആകാശത്ത് നോക്കിയാൽ കാണാവുന്നതാണ്. ചിലപ്പോൾ ഒരു 6 മണിയൊക്കെ കഴിയുന്ന സമയത്ത് സൂര്യൻ നല്ല ചുവപ്പാകും. അതുവരെ നല്ല വെള്ളയായിട്ടായിരിക്കും ഉണ്ടാകുക. അത് പിന്നീട് ചുവപ്പായി മാറും. ആ ചുവപ്പായി മാറുന്ന വരെയുള്ള സമയം, അതാണ് നാലാമത്തെ സമയമായി പറയുന്നത്. അഞ്ചാമത്തെ സമയമായി പറയുന്നത് സൂര്യൻ ചുവപ്പായതു മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ, അഥവാ അത് പൂർണ്ണമായി അസ്തമിച്ച് താഴുന്നത് വരെയുള്ള സമയം. ഇങ്ങനെ 5 സമയങ്ങളാണുള്ളത്. ഈ 5 സമയങ്ങളിൽ നിസ്കാരം വിരോധിക്കപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് സുന്നത്തായ നിസ്കാരം അത് പാടില്ല എന്നതാണ്. എന്നാൽ ഒരാൾക്ക് സബബുള്ളതായ, എന്തെങ്കിലും കാരണങ്ങളുള്ളതായ നിസ്കാരങ്ങൾ ഈ സമയത്ത് നിസ്കരിക്കാം എന്ന് കാണാൻ സാധിക്കും. പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ ഹദീസുകളിൽ അത് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് സബബുള്ള കാര്യങ്ങൾ? ഒരാൾക്ക് ഒരു ഫർള് ഖളാ വീട്ടേണ്ടതുണ്ട്, അത് ഈ സമയത്ത് നിസ്കരിക്കാം. ഉദാഹരണത്തിന് ഒരാൾ സുബഹി ഉറങ്ങിപ്പോയി, അയാൾക്ക് എഴുന്നേറ്റ സമയത്ത് സുബഹിയുടെ സമയം കഴിഞ്ഞിട്ടുണ്ട്, സൂര്യൻ ഉദിക്കുന്ന സമയമായിട്ടുണ്ട്, അയാൾക്ക് ഉടനെ എന്ത് ചെയ്യാം? ഉടനെ അത് നിസ്കാരം നിർവഹിക്കാം. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞതാണ്, ഒരാൾ ആ സമയത്താണ് പെട്ടെന്ന് ഓർമ്മ വന്നത്, ഞാൻ രാത്രി ഇശാ നിസ്കരിച്ചിട്ടില്ല, ഉടനെ അയാൾക്ക് ആ സമയത്ത് തന്നെ നിസ്കരിക്കാം. അഥവാ ഫർള് ഖളാ വീട്ടുക എന്നുള്ളത് അനുവദനീയമാണ്. ഖളാ ഉൽ ഫറായിൽ അനുവദനീയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നാമ അൻ സലാത്തിൻ ഔ നസിയഹാ ഫൽയുസല്ലിഹാ ഇദാ ദക്കറഹ. ആരെങ്കിലും ഒരു നിസ്കാരത്തെ തൊട്ട് ഉറങ്ങിപ്പോവുകയോ മറന്നുപോവുകയോ ചെയ്താൽ ഫൽയുസല്ലിഹ, അവൻ നിസ്കരിക്കട്ടെ, ഇദാ ദക്കറഹ, അവൻ ഓർമ്മിക്കുന്ന സമയത്ത്. അതായത് ഈ സമയം പ്രത്യേകം ഒഴിവാണ് എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഓർമ്മിക്കുന്ന സമയത്ത്, ഈ സമയത്താണ് എങ്കിൽ പോലും അവനെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കാവുന്നതാണ്. അത് അനുവദനീയമാണ്. അതുപോലെ തന്നെ ഈ ആദത്തുൽ ജമാഅത്ത് രണ്ടാമത് നിസ്കരിക്കുക എന്നുള്ളത്, അത് ഒരു വ്യക്തികൾ അല്ലെങ്കിൽ 1-2 ആളുകൾ അവർ നേരത്തെ നിസ്കരിച്ചു എന്ന് വിചാരിക്കുക. അവർ മസ്ജിദിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ വീണ്ടും നിസ്കാരമുണ്ട് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ആ നിസ്കാരത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട്. സുബഹി നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിസ്കാരം പാടില്ല എന്നാണ്. പക്ഷെ സുബഹി നിസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ജമാഅത്ത് കണ്ടു കഴിഞ്ഞാൽ ആ ജമാഅത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ 2 വ്യക്തികൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ ഖൈഫിൽ വെച്ച്, മിനയിൽ വെച്ച് നിസ്കരിക്കുകയായിരുന്നു. അപ്പോൾ ആ 2 വ്യക്തികൾ അവർ യാത്രക്കാരാണ്, അവർ നേരത്തെ സുബഹി നിസ്കരിച്ചിട്ടുണ്ട്. അവരവിടെ എത്തുന്ന സമയത്ത് നബിയും സഹാബത്തും നിസ്കരിക്കുകയാണ്. അവർ പുറകിലേക്ക് മാറി നിന്നു. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചു കൊണ്ടുവരാൻ വന്നു. അവർ വളരെ പേടിച്ചുകൊണ്ട് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ മനഅകുമ അൻ തുസല്ലിയ മഅന, നമ്മളോടൊപ്പം നിസ്കരിക്കാൻ നിങ്ങൾക്ക് എന്താണ് തടസ്സമുണ്ടായിരുന്നത് എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ സല്ലൈന ഫീ റിഹാലിന, യാത്രയിൽ നമ്മൾ നിസ്കരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സല്ലൈതുമ ഫീ റിഹാലികുമ, നിങ്ങൾ യാത്രയിൽ നിസ്കരിച്ചു, സുമ്മ അതൈതുമ മസ്ജിദ ജമാഅത്തിൻ, പിന്നീട് ജമാഅത്ത് നടക്കുന്ന ഒരു മസ്ജിദിലേക്ക് നിങ്ങൾ എത്തിയാൽ ഫസല്ലിയ മഅഹും, നിങ്ങൾ അവരോടൊപ്പം നിസ്കരിക്കുക, ഫഇന്നഹാ ലകുമാ നാഫില, നിങ്ങൾക്കത് സുന്നത്തായിരിക്കും. ഇത് സലാത്തുൽ ഫജ്റിനായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ നിസ്കരിച്ചാലും മസ്ജിദിൽ ഒരു ജമാഅത്ത് കണ്ടു കഴിഞ്ഞാൽ അവർ വീണ്ടും നിസ്കരിക്കേണ്ടതുണ്ട് എന്നതാണ്. അതുപോലെ തന്നെ തവാഫ് ചെയ്യുന്നത്, ഒരാൾ സുബഹിക്ക് ശേഷമാണ് തവാഫ് ചെയ്തത് എന്ന് വിചാരിക്കുക, അതിനുശേഷം മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളത് ശറഅക്കപ്പെട്ടതാണ്. അതും നിസ്കരിക്കാം എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പം അതുപോലെ തന്നെ ഒരാൾ ഇമാമ് മിമ്പറിലേക്ക് കയറി വരുന്ന ഈ ഖുത്ബ പറയുന്ന സമയത്ത് ഒരാൾ എത്തിക്കഴിഞ്ഞാൽ അത് സൂര്യൻ നേരെ മുകളിലുള്ള സമയത്ത് ഉടൻ തന്നെ ഇമാമ് ആരംഭിച്ചു എന്ന് വിചാരിക്കുക. ഹംബലി മദ്ഹബിലൊക്കെ സൂര്യൻ ളുഹറിന്റെ സമയത്തിന് മുമ്പേ തന്നെ ജുമ ആരംഭിക്കാമെന്നാണ്. അതല്ലെങ്കിൽ അവർ മസ്ജിദിലേക്ക് എത്തി, ആ സമയത്ത് സൂര്യൻ നേരെ മുകളിലാണ് എന്ന് വിചാരിക്കുക, അവർക്ക് ആ സമയത്തും എന്ത് ചെയ്യാം? 2 റക്അത്ത്
സുന്നത്ത് നിസ്കരിക്കാം. അപ്പൊ ഇതൊക്കെ സബബുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിൽ നിന്നും പണ്ഡിതന്മാർ മൊത്തത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, സബബുള്ള ഏത് കാര്യങ്ങളും അവർക്ക് ഈ വിരോധിക്കപ്പെട്ട സമയത്ത് നിസ്കരിക്കാവുന്നതാണ്. എന്നാൽ അതിൽ നിന്നും പ്രത്യേകം ഉണർത്തിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ 5 സമയങ്ങളിൽ 2 സമയങ്ങളിൽ നിസ്കരിക്കൽ തീരെ പാടില്ലാത്തതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് തുലു, നമ്മളിവിടെ കാണിക്കുന്ന തുലു 6:03, ആ തുലു തൊട്ടിട്ട് സൂര്യൻ ഉദിച്ചു വരുന്നൊരു സമയമുണ്ട്, ഖൈദറും, ആ 15 മിനിറ്റ്. അത് ഇപ്പോൾ ഇന്നത്തെ സമയം വെച്ച് പറയുകയാണെങ്കിൽ 6:03 തൊട്ട് 6:18 വരെയുള്ള സമയത്ത് നിസ്കരിക്കുക എന്നുള്ളത് തീരെ പാടില്ലാത്തതാണ്. പണ്ഡിതന്മാർ പറയുന്നു എത്രത്തോളം എന്ന് പറഞ്ഞാൽ, സബബുള്ള നിസ്കാരങ്ങൾ പോലും ആ സമയത്ത് ഒഴിവാക്കലാണ് നല്ലത്. സബബുള്ള നിസ്കാരങ്ങൾ പോലും ആ സമയത്ത് ഒഴിവാക്കലാണ് കൂടുതൽ സൂക്ഷ്മത. രണ്ടാമത്തത് സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന സമയത്ത്, ഇപ്പോൾ അസ്തമയ സമയം മഗ്‌രിബ് 6:43, അപ്പം അതിന് തൊട്ട് മുമ്പ് ഒരാൾ 6:40 ഒക്കെ മസ്ജിദിലേക്ക് എത്തിയാൽ ആ 3 മിനിറ്റ് കാത്തു നിൽക്കുക, 5 മിനിറ്റ് ആണെങ്കിൽ പോലും കാത്തു നിൽക്കുക എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ആ സമയത്ത് നീ നിസ്കരിക്കേണ്ടതില്ല. ഇത് ചില ആളുകൾ ശ്രദ്ധിക്കാത്ത കാര്യമാണ്. ആ സമയത്ത് നിസ്കരിക്കേണ്ടത് 3 മിനിറ്റ് നീ നിന്നാലും തിരക്കേടില്ല, കാരണം അവിടെ അസ്തമിക്കാനായിട്ടുണ്ട്. എത്രത്തോളം പണ്ഡിതന്മാർ പറഞ്ഞു, ഈ 2 സമയത്തിന് വേണ്ടിയിട്ടാണ് ഇതിന് മുമ്പുള്ള സമയം പോലും നിസ്കരിക്കാൻ ഇഹ്തിയാത്തൻ, സൂക്ഷ്മതയ്ക്ക് വേണ്ടി ആ സമയത്ത് പോലും നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. സുബഹിക്ക് ശേഷം ഉള്ള സമയത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ പോയി ഉദിക്കുന്ന സമയത്തേക്ക് എത്തും. അസറിന് ശേഷം പാടില്ല എന്ന് പറഞ്ഞത് അത് അങ്ങനെ പോയി അസ്തമിക്കുന്ന സമയത്തേക്ക് എത്തും. അപ്പൊ ഈ ഒരു 2 സമയത്തിന് വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള സമയത്ത് പോലും നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, അവിടെ നിസ്കരിക്കാൻ പാടില്ല എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് മനസ്സിലാക്കുക. ഇനി സുബഹിയുടെ സമയം എന്ന് പറയുന്നത്, അത് സുബഹി ബാങ്ക് കൊടുത്തൽ മുതലാണോ അതല്ല സുബഹി നിസ്കാരത്തിന് ശേഷമാണോ നിസ്കാരം പാടില്ലാത്തത് എന്നുള്ളതിൽ ഖിലാഫുണ്ട്, പണ്ഡിതന്മാർക്കിടയിൽ ഖിലാഫുണ്ട്. അഥവാ ഫജ്ർ, തുലൂഉൽ ഫജ്ർ ആണോ അവിടെ വിഷയം, അതല്ല സലാത്തുൽ ഫജ്ർ ആണോ വിഷയം എന്നുള്ളത് പണ്ഡിതന്മാർക്കിടയിൽ ഖിലാഫുണ്ട്. ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് ഒക്കെ പറയുന്നത് തുലൂഉൽ ഫജ്റിന് ശേഷമല്ല, മറിച്ച് സലാത്തുൽ ഫജ്റിന് ശേഷമാണ് നിസ്കരിക്കാൻ പാടില്ലാത്തത് എന്നാണ്. എന്നാൽ പല പണ്ഡിതന്മാരും, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അതിലൊരു ഇജ്മാ ഉണ്ട് എന്നൊക്കെ പറഞ്ഞത് തുലൂഉൽ ഫജ്ർ മുതലേ നിസ്കരിക്കാൻ പാടില്ല. അതുകൊണ്ട് ഒരാൾ ഫജ്ർ കഴിഞ്ഞാൽ പിന്നീട് ശറഅാക്കപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറ്റുള്ളൂ, നിരുപാധികമായി ഒന്നും പറ്റൂല. അത് റവാത്തിബ് സുന്നത്ത് 2 റക്അത്ത് നിസ്കരിക്കാം. ഒരാൾ ഫജ്ർ നിസ്കാരത്തിന് അരമണിക്കൂർ ഉണ്ട് എന്ന് വിചാരിക്കുക, ഇഖാമത്ത് കൊടുക്കാൻ അരമണിക്കൂർ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ ആ സമയത്ത് ഈ രണ്ട് റക്അത്തായി കുറച്ച് നിസ്കരിച്ചാലോ അത് പാടില്ല. അങ്ങനെ നിരുപാധികമായിട്ടുള്ള നിസ്കാരങ്ങളൊന്നും ആ സമയത്ത് പാടില്ല എന്നതാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അസറിൻ്റെത് അങ്ങനെയല്ല. അസറിൻ്റെത് വക്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല, മറിച്ച് ഫിഅലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, ജമനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. ജമനുമായി ബന്ധപ്പെട്ടത് ഫജറിൻ്റെതാണ്, അസറിൻ്റെത് ഫിഅലുമായി ബന്ധപ്പെട്ടത്. അവിടെ എപ്പോഴാണോ നീ അസർ നിസ്കരിക്കുന്നത് അതിനുശേഷം നിനക്ക് പിന്നീട് നിസ്കരിക്കാൻ പാടില്ല. ഒരാൾ 4 മണിക്ക് അസർ നിസ്കരിച്ചാൽ അതിനുശേഷം അവന് പാടില്ല. ഒരാൾ 4:30 നിസ്കരിച്ചാൽ അതിനുശേഷമാണ് അവന് സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ലാത്തത്. ആ 4 തൊട്ട് 4:30 വരെയുള്ള സമയം അവന് പ്രശ്നമല്ല, അവിടെ സ്വലാത്തുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരോട് ചോദിക്കപ്പെട്ടിട്ടുണ്ട്, ഒരാൾ അസർ അവസാന സമയത്താണ് നിസ്കരിച്ചത് എന്ന് വിചാരിക്കുക, യാത്രയിലോ മറ്റോ ആണ് എങ്കിൽ അയാൾക്ക് ആ ശേഷമുള്ള സമയത്ത് മാത്രമേ സുന്നത്ത് നിസ്കരിക്കൽ പാടില്ലാത്തതുള്ളൂ. ഇനി ഒരാൾ ജമ്മു തഖ്ദീമായിട്ട് അസർ നേരത്തെ നിസ്കരിച്ചു എന്ന് വിചാരിക്കുക, ളുഹറിന്റെ കൂടെ 1 മണിക്ക് തന്നെ അയാൾ എന്ത് ചെയ്തു, അസറും കൂടി നിസ്കരിച്ചു എന്ന് വിചാരിക്കുക, അതിനുശേഷം പിന്നീട് സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നാണ്. കാരണം അത് ഫിഅലുമായി ബന്ധപ്പെട്ടിട്ടാണ്. അസർ നിസ്കാരം കഴിഞ്ഞാൽ പിന്നീട് ആ 1 മണി മുതൽ അങ്ങോട്ട് സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള സമയത്ത് നിരുപാധികമായ സുന്നത്തുകൾ ഒന്നും പാടില്ല. എന്നാൽ നാം നേരത്തെ പറഞ്ഞതുപോലെ ഒരു മസ്ജിദിലെത്തിയാൽ അവിടെ ജമാഅത്തുണ്ടെങ്കിൽ അവൻ നിസ്കരിക്കാം. അതുപോലെ തന്നെ മസ്ജിദിലെത്തിയാൽ അവിടെയുള്ള നമുക്ക് നിസ്കരിക്കാം, അവിടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം. ഇതെല്ലാം അനുവദനീയമാണ്. അതല്ലാത്ത നിരുപാധികമായ സുന്നത്തുകളൊന്നും ഈ സമയത്ത് പാടില്ല എന്നതാണ്. ഇവിടെ പണ്ഡിതന്മാർ വേറൊരു കാര്യം കൂടി സാന്ദർഭികമായി സൂചിപ്പിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇവിടെ അസറാണ് നിസ്കാരങ്ങളിൽ ഏറ്റവും അഫ്ളൽ വക്ത്. നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, അഫ്ളൽ വക്ത്. ഒരു 5 നേരത്തെ നിസ്കാരങ്ങളിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ളത് അസർ നിസ്കാരമാണ്. അസർ നിസ്കാരമാണ് അഫ്ളൽ വക്തായിട്ടുള്ളത്. എന്നിട്ട് പോലും ആ സമയത്ത് പ്രത്യേകമായ ഇബാദത്തുകൾ അനുവദിക്കുന്നില്ല, പ്രത്യേകമായ ഇബാദത്തുകളില്ല. അവിടെ പിന്നീട് സുന്നത്ത് നിസ്കാരം പാടില്ല എന്നുള്ളതാണ്. അഥവാ അവിടെ പറയുന്നത് ഒരു കാര്യത്തിന് ഒരു വക്ത് അഫ്ളലാണ് എന്നുള്ളത് കൊണ്ട് അവിടെ നമുക്ക് തോന്നുന്നത് പോലെയുള്ള ഇബാദത്തുകൾ നിർവഹിക്കാം എന്നുള്ളതിന് പാടില്ല എന്നുള്ള വ്യക്തമായ തെളിവാണ്. അഫ്ളൽ ദിവസങ്ങളിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ളത് വെള്ളിയാഴ്ച. പക്ഷെ ആ വെള്ളിയാഴ്ച മാത്രമായി ഒരാൾ സുന്നത്ത് നോമ്പ് എടുക്കുന്നത് ഹറാമാണ്. വെള്ളിയാഴ്ച മാത്രമായി ഒരാൾ സുന്നത്ത് നോമ്പ് എടുക്കുക പാടില്ലാത്ത കാര്യമാണ്. ആ വെള്ളിയാഴ്ചയുടെ രാവ് അഥവാ മഗ്രിബിന് ശേഷമുള്ള സമയത്ത് പ്രത്യേകമായി ഇബാദത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുക, പ്രത്യേകമായി നിസ്കാരം നിർവഹിക്കുക, ഇതെല്ലാം പാടില്ലാത്ത കാര്യത്തിൽപ്പെട്ടതാണ്. അതുപോലെ വർഷത്തിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ള ദിവസം എന്ന് പറയുന്നത് അത് ദുൽഹിജ്ജ 10 ദുൽഹിജ്ജ 10 യൗമുൻ നഹറാണ്. അന്ന് പ്രത്യേകമായി നോമ്പെടുക്കാൻ പാടുണ്ടോ? പാടില്ല. പെരുന്നാളിന്റെ ദിവസം നോമ്പെടുക്കാൻ പാടില്ല. അതിന് രാവിലെ പ്രത്യേകമായി നിസ്കാരങ്ങളോ മറ്റോ പാടുണ്ടോ? പാടില്ല.
അപ്പം അങ്ങനെ ഒരു വക്തിന് അഫ്ളലിയത്തുണ്ട്, അതിന് വലിയ ശ്രേഷ്ഠതയുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്കങ്ങനെ ആ സമയത്ത് ഇബാദത്തുകൾ ചെയ്യാം എന്ന് പാടില്ല. അതുപോലെ പണ്ഡിതന്മാർ അങ്ങനെ ഉദാഹരണമായി പറഞ്ഞതാണ്. നമുക്ക് ഷഅബാനിന്റെ 15 ബന്ധപ്പെട്ട് 1-2 ഹദീസുകൾ സഹീഹായി വന്നിട്ടുണ്ട്. പക്ഷേ അന്ന് രാത്രി പ്രത്യേകമായി നിസ്കരിക്കാൻ പറ്റുമോ? അതിന്റെ ഫضൽ ഇങ്ങനെ വന്നിട്ടുണ്ട് എന്ന കാരണത്താൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നിസ്കരിക്കാൻ പറ്റുമോ? പാടില്ല. കാരണം അങ്ങനെ നിസ്കരിക്കുക എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടില്ല. ഒരു വക്തിന് പ്രത്യേകമായ ഫضലുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് തോന്നുന്ന ഇബാദത്തുകളെല്ലാം അവിടെ വർദ്ധിപ്പിക്കുക എന്നുള്ളത് പാടില്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ ഖദറിന്റെ അവസാനത്തെ 10 രാവുകൾ അവിടെ നമുക്ക് ശറഈൽ അനുവദിക്കപ്പെട്ട ഇബാദത്തുകളെ പറ്റുകയുള്ളൂ. ശറഈൽ അനുവദിക്കപ്പെട്ട ഇബാദത്തുകൾ ഏതാണ്? ഇഅ്തികാഫാണ്, രാത്രി നിസ്കാരമാണ്, ദുആ ചെയ്യലാണ്, ദിക്ർ ചൊല്ലലാണ്, ഖുർആൻ പാരായണം ചെയ്യലാണ്. ഇനി അതിൽ അവസാനത്തെ 10 ഇബാദത്തുകൾ ചെയ്യാൻ ഒരാൾ വിചാരിക്കണം, ഞാൻ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇങ്ങനെ റോട്ടിൽ അങ്ങനെ പല രൂപത്തിലുള്ള പണികളൊക്കെ എടുക്കുന്നു, ആളുകളെ സഹായിക്കാനുള്ള വ്യത്യസ്ത രൂപങ്ങളിൽ ഒരുപാട് ഇബാദത്തുകൾ ഒരാൾ കണ്ടെത്തുകയാണെങ്കിൽ അത് പാടില്ല. മറിച്ച് അവിടെ ശറഈൽ പറയപ്പെട്ടിട്ടുള്ള ഇബാദത്തുകളാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക. ഒരു വക്തിന് ഫضലുണ്ട് എന്നുള്ളത് കൊണ്ട് അവിടെ നമുക്ക് തോന്നുന്ന രൂപത്തിലെ ഇബാദത്തുകൾ ചെയ്യാൻ പാടില്ല. എന്നാൽ അസർ നിസ്കാരത്തിന് ശേഷം നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും അഫ്ളലായിട്ടുള്ള കാര്യം എന്താണ്? ദിക്ർ ചൊല്ലുക എന്നുള്ളതാണ്. അസർ നിസ്കാരത്തിന് ശേഷം ദിക്ർ ചൊല്ലുക എന്നുള്ളത് അഫ്ളലായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും വെള്ളിയാഴ്ചയുടെ അസറിന് ശേഷം നമുക്കറിയാം അത് പ്രത്യേകമായി ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയത്തിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫിൽ ജുമുഅത്തി സാഅ മൻ വാഫഖഹ വഹുവ ഖായിമുൻ യുസല്ലി. വെള്ളിയാഴ്ച ഒരു ദിവസമുണ്ട്, ആരെങ്കിലും ആ സമയം നിന്ന് നിസ്കരിച്ചുകൊണ്ട്, ഖായിമുൻ യുസല്ലി എന്ന് പറഞ്ഞത് നിന്ന് നിസ്കരിച്ചു കൊണ്ട് അവൻ ദുആ ചെയ്താൽ അവന് ദുആക്ക് ഉത്തരം കിട്ടാൻ ഏറെ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് സംശയം ഉണ്ടാവും. അത് അധികം പണ്ഡിതന്മാരും അത് പറഞ്ഞ പ്രധാനപ്പെട്ട 2 സമയങ്ങൾ, ഒന്ന് ഇമാം മിമ്പറിൽ കയറിയത് മുതൽ നിസ്കാരം കഴിയുന്നത് വരെയുള്ള സമയമാണ്. അത് പ്രധാനപ്പെട്ട ഒരു സമയമാണ്. വെള്ളിയാഴ്ച ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് പറയുന്ന ഒരുപാട് അഭിപ്രായങ്ങളിൽ ഒന്നതാണ്. രണ്ടാമതായിട്ട്, എന്നാൽ ഏറ്റവും കൂടുതൽ റാജിഹായിട്ട് പല പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടതാണ് അസറിന് ശേഷമുള്ള സമയം. ചില റിവായത്തുകളിൽ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഹദീസിൽ ഖായിമുൻ യുസല്ലി എന്ന് വന്നത്? അവിടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒക്കെ വിശദീകരിച്ചത് ജാലിസുൻ യദ്കുറുല്ലാഹ അസ്സ വജൽ ഫിൽ മസ്ജിദ്, മസ്ജിദിൽ ഇരുന്നു കൊണ്ട് അള്ളാഹുവിനെ ഓർത്ത് ദിക്ർ ചൊല്ലുക എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് അവർക്ക് അതിന് കിട്ടിയിട്ടുള്ളത്? അവർക്ക് കിട്ടിയിട്ടുള്ള ഹദീസ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, വലാ യസാലു അഹദുക്കും ഫീ സലാത്തിൻ മൻ തളറ സലാ. നിങ്ങളിൽ ഒരാൾ നിസ്കാരത്തിൽ തന്നെയായിരിക്കും അവനൊരു മറ്റൊരു നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നിടത്തോളം. അഥവാ മഗ്രിബ് നിസ്കാരത്തിന് വേണ്ടി പ്രതീക്ഷിച്ചിരുന്ന് ഒരാൾ മസ്ജിദിലേക്ക് വന്ന് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അവൻ നിസ്കരിക്കുന്നതിന് തുല്യമാണ്, അവൻ കൂലി കിട്ടിക്കൊണ്ടേയിരിക്കും. ഉദാഹരണത്തിന് ആ അവസാന സമയത്ത് ദുആ ചെയ്യാൻ ഉദ്ദേശിച്ച് ഒരാൾ ഒരു 6 മണിക്ക് മസ്ജിദിലെത്തി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 2 റക്അത്ത് ആ കയറുമ്പോൾ തഹിയ്യത്ത് നിസ്കരിച്ച് അവിടെ അങ്ങനെ ദിക്ർ ചൊല്ലിയിരുന്നാൽ, ദുആ ചൊല്ലിയിരുന്നാൽ അവൻ ഖായിമുൻ യുസല്ലി എന്നുള്ള ഗണത്തിലേക്ക് പെടും, നിന്ന് നിസ്കരിക്കുന്നവന്റെ ഗണത്തിലേക്ക് പെടും. കാരണം അവൻ മഗ്രിബിനെ കാത്തു നിന്നുകൊണ്ടിരിക്കുകയാണ്. മഗ്രിബിനെ കാത്തു നിൽക്കുന്നിടത്തോളം കാലം അവൻ ആ 6 മണി തൊട്ട് മഗ്രിബ് എപ്പോഴാണ് ബാങ്ക് കൊടുക്കുന്നത് അത്രയും നേരം നിസ്കരിക്കുന്നതിന്റെ കൂലി കിട്ടും. എന്നാൽ അവിടെ നിസ്കരിക്കാൻ പറ്റുകയുമില്ല, അവൻ ഇരുന്ന് ദിക്ർ ചൊല്ലിയാൽ മതിയാകുന്നതാണ്. ഈ ശ്രേഷ്ഠത സ്ത്രീകൾക്കും ലഭിക്കുമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞു. സ്ത്രീകൾക്ക് വീട്ടിൽ പ്രത്യേകമായ സ്ഥലം അവരുണ്ടാക്കി, നിസ്കരിക്കാനുള്ള ഒരു മുസല്ല ഉണ്ടാക്കിയെന്ന് കരുതുക. അവരവിടെ നേരത്തെ വെള്ളിയാഴ്ച നേരത്തെ തന്നെ ഇരുന്ന് മഗ്രിബിനെ കാത്തുനിന്ന്, മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നവരെ കാത്തുനിന്ന് ദിക്ർ ചൊല്ലി ദുആ ചെയ്തിരുന്നു കഴിഞ്ഞാൽ അവർക്കും ആ ശ്രേഷ്ഠത ലഭിക്കും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇതാണ് ഈ ഹദീസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഈ ബാബിൽ അവസാനത്തെ ഹദീസ് അൻ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുമാ അൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു جاء يوم الخندق بعدما غربت الشمس فجعل يسب كفار قريش وقال يا رسول الله ما قدت أصلي العصر حتى كادت الشمس تغرب فقال النبي صلى الله عليه وسلم والله ما صليتها قال فقمنا إلى بطحان فتوضأ للصلاة وتوضأنا لها فصلى العصر بعدما غربت الشمس ثم صلى بعدها المغرب. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ളതാണ്. അഥവാ ഖന്തക്ക് യുദ്ധത്തിൽ നടക്കുന്ന ചില സംഭവങ്ങളാണ്. ഖന്തക്ക് യുദ്ധത്തിൽ നേരത്തെ നടന്ന ചില സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്രിബോട് അടുപ്പിച്ച് ഒരു തവണ അസർ നിസ്കരിച്ചതും മഗ്രിബ് ബാങ്ക് കൊടുത്തതിന്, മഗ്രിബ് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം അസർ നിസ്കരിച്ചതുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ വായിച്ചിട്ടുണ്ട്. ഈ ഹദീസിൽ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഖന്തക്ക് യുദ്ധം ഒരുപാട് ദിവസങ്ങളോളം നീണ്ടു നിന്നിട്ടുള്ള യുദ്ധമാണ്. ഒരിക്കൽ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരികയാണ്. ഫജഅല യസുബ്ബു കുഫാറ ഖുറൈശ്, ഖുറൈശികളെ, കുഫാറുകളായ ഖുറൈശികളെ ചീത്ത വിളിച്ചുകൊണ്ടാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വരുന്നത്. അത് അവരെ നന്നായി ആക്ഷേപിച്ചുകൊണ്ടാണ്, സബ്ബ് ചെയ്തുകൊണ്ടാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വരുന്നത്. അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്താണ് അതിനുള്ള കാരണം? മാ കിത്തു ഉസല്ലി അൽ അസ്ർ ഹത്താ കാദത്തി ശംസു തഗ്റുബ്, സൂര്യൻ ഇത് അസ്തമിച്ചു, ഞാൻ ഇതുവരെ നിസ്കരിച്ചിട്ടില്ല, അസ്ർ നിസ്കരിച്ചിട്ടില്ല. അവർ നമ്മളെ
അസർ നിസ്കാരത്തിൽ ഷഗലൂന അനിസ്സലാത്തിൽ ഉസ്ത, നേരത്തെ ഹദീസ് വായിച്ചതാണ്. അസർ നിസ്കാരത്തിൽ നിന്നും അവർ നമ്മളെ ശുഗലാക്കി കളഞ്ഞു. അവർ വ്യത്യസ്ത രൂപത്തിൽ മുസ്ലിങ്ങൾ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി നിന്നതിനാൽ നമുക്ക് അസർ നിസ്കാരം അത് വൈകിപ്പോയി, സൂര്യൻ അസ്തമിച്ചു എന്ന് പറഞ്ഞ് വരികയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി മാ സല്ലൈതു, അല്ലാഹുവാണ് ഞാനും നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും ബത്ഹാൻ എന്ന് പറഞ്ഞ മദീനയിലുള്ള ഒരു താഴ്വരയാണ്, ഇന്നും ആ പേരിൽ ആ സ്ഥലമുണ്ട്. അവിടേക്ക് പോകുകയും അവിടുന്ന് വുളു എടുക്കുകയും അങ്ങനെ നിസ്കരിക്കുകയും ചെയ്തു. ഫസല്ലൽ അസർ, ആദ്യം അസർ നിസ്കരിച്ചു, സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു. ഫസല്ലൽ അസർ നിസ്കരിച്ചു. ബഅദമാ ഗറബത്തി ശംസ്, അഥവാ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം. സുമ്മ സല്ല ബഅദഹ അൽ മഗ്രിബ്, ശേഷം മഗ്രിബ് നിസ്കരിക്കുകയും ചെയ്തു എന്നാണ് ഈ ഹദീസിലുള്ളത്. ഈ ഹദീസിൽ എന്താണ് വെച്ച് കഴിഞ്ഞാൽ നിസ്കാരം തർത്തീബോടുകൂടി നിസ്കരിക്കണം എന്നുള്ളതിന് തെളിവുള്ള ഒരു ഹദീസാണ്. നമുക്ക് നിസ്കാരം നഷ്ടപ്പെട്ടു പോയി, 1-2 നിസ്കാരം നഷ്ടപ്പെട്ടാൽ നമ്മൾ ആദ്യം നിസ്കരിക്കേണ്ടത് ആദ്യത്തെ നിസ്കാരമാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസർ നഷ്ടപ്പെട്ടു. അപ്പോൾ മഗ്രിബിന് ശേഷം ആദ്യം മഗ്രിബ് അല്ല നിസ്കരിച്ചത്, മറിച്ച് ആദ്യം അസറാണ് നിസ്കരിച്ചത്, ശേഷമാണ് മഗ്രിബ് നിസ്കരിച്ചത് എന്ന് കാണാൻ സാധിക്കും. അങ്ങനെയാണ് വേണ്ടത്, ആ തർത്തീബ് നമ്മൾ പാലിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ ഹദീസിൽ നിന്നും വ്യക്തമാക്കി നൽകുന്നത്. അങ്ങനെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ചില ഉദാഹരണങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒരു വ്യക്തി ഒരു ദിവസം ഉറങ്ങിപ്പോയി എന്ന് കരുതുക. അവൻ രാവിലെ ഉറങ്ങിയതാണ്, അവൻ ളുഹറും അസറും മഗ്രിബും ഒക്കെ കഴിഞ്ഞു. അതിന് ശേഷം മഗ്രിബ് നിസ്കാരത്തിന് ശേഷമാണ് എഴുന്നേറ്റത് എന്ന് കരുതുക. ളുഹറിന് തൊട്ടുമുമ്പ് ഉറങ്ങി, ആകെ എഴുന്നേൽക്കുമ്പോൾ സൂര്യൻ അസ്തമിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ ആദ്യം ളുഹർ നിസ്കരിക്കണം, ശേഷം അസർ നിസ്കരിക്കണം, എന്നിട്ടാണ് മഗ്രിബ് നിസ്കരിക്കേണ്ടത്. കാരണം നിസ്കാരത്തിന്റെ തർത്തീബ് അത് വാജിബാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ രൂപത്തിലാണ് ആദ്യം നിസ്കരിക്കേണ്ടത്. എന്നാൽ 2 അവസരങ്ങളിൽ ഇതിനിളവുണ്ട്. ഒരാൾ മറന്നുപോയി, ഒരാൾ മറന്നു, ആദ്യം മഗ്രിബ് നിസ്കരിച്ചു, അപ്പോഴാണ് ഓർമ്മ വന്നത് ഞാൻ നേരത്തെ ഉറങ്ങിയതാണല്ലോ, ളുഹറും അസറും ബാക്കിയുണ്ട്. അപ്പോൾ വീണ്ടും ളുഹറും അസറും മഗ്രിബ് നിസ്കരിക്കേണ്ടതില്ല, ളുഹറും അസറും നിസ്കരിച്ചാൽ മതി, കാരണം മറന്നിട്ടാണ് മഗ്രിബ് നിസ്കരിച്ചത്. അല്ലെങ്കിൽ ഈ ഹുക്കം അവൻ അറിയുകയില്ല, ഇങ്ങനെ തർത്തീബ് നിസ്കരിക്കണം എന്ന് അവൻ അറിയില്ല. അവൻ ആദ്യം മഗ്രിബ് നിസ്കരിച്ചു, പിന്നെ അസർ നിസ്കരിച്ചു, പിന്നെ ളുഹർ നിസ്കരിച്ചു. അവൻ അറിയില്ല ഇങ്ങനെ ഒരു തർത്തീബ് വാജിബാണ് എന്നറിയില്ല എങ്കിലും പണ്ഡിതന്മാർ പറയുന്നു ആ അവസരത്തിലും അവനെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല. അതല്ല എങ്കിൽ തർത്തീബോടുകൂടിയാണ് നിസ്കരിക്കേണ്ടത്. ഇവിടെ സൂര്യൻ അസ്തമിച്ചിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അസറാണ് നിസ്കരിച്ചത്, ശേഷമാണ് മഗ്രിബ് നിസ്കരിച്ചത് എന്ന് കാണാൻ സാധിക്കും. ശരി, ഈ ഹദീസിൽ നിന്നുള്ള 1-2 ഫായിദകൾ നമുക്കുണ്ട്. അതിലൊന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിലാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കുഫാറുകളെ മോശമായി പറഞ്ഞത്, ചീത്ത വിളിച്ചത്. അത് അനുവദനീയമാണ്. അവർ ചില സന്ദർഭങ്ങളിൽ അവർ മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കുന്ന ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അത് അങ്ങനെ ചെയ്യുക എന്നുള്ളത് അനുവദനീയമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം അത് പരസ്യമായി ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രകോപനപരമായ എന്തെങ്കിലും മുദ്രാവാക്യങ്ങൾ വിളിക്കുക എന്നൊന്നല്ല, മറിച്ച് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്നിധിയിൽ വെച്ച് ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തത് അത് അനുവദനീയമാണ് എന്ന് അറിയിക്കുന്നു എന്ന് പണ്ഡിതന്മാർ പറയുന്നു.
ഈ ഹദീസിൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ 2-3 ഫായിദകൾ പറഞ്ഞു. ഒന്നാമത്തത് നമ്മൾ പറഞ്ഞു ജവാസു സബ്ബി അൽ കുഫാർ, കുഫാറുകളെ ഇങ്ങനെ ആക്ഷേപിക്കുക എന്നുള്ളത് അനുവദനീയമാണ്, അത് തെറ്റില്ലാത്ത കാര്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലാണ് ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തത് എന്നാണ്. രണ്ടാമത് ജവാസു അൻ യഹ്ലിഫ അൽ ഇൻസാനു ദൂന അൻ യുസ്തഹ്ലഫ്, ഒരാൾ സത്യം ചെയ്യാൻ ആവശ്യപ്പെടാതെ തന്നെ ഒരാൾക്ക് സത്യം ചെയ്ത് പറയാം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാഹി മാ സല്ലൈതുഹ, അല്ലാഹുവാണ് ഞാൻ നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സത്യം ചെയ്യാൻ ആവശ്യപ്പെടാത്ത ചില സന്ദർഭങ്ങളിലും ഇങ്ങനെ സത്യം ചെയ്ത് പറയാം, അതിൽ തെറ്റില്ല എന്ന് ഇതിൽ കാണാൻ സാധിക്കും. മൂന്നാമതായിട്ടുള്ളത് ഇവിടെ തർത്തീബോടുകൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത്, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നാലാമതായിട്ടുള്ളത് സ്വലാത്തുൽ ജമാഅ, അത് നഷ്ടപ്പെട്ടാലും നിസ്കാരം അത് നഷ്ടപ്പെട്ടാലും ജമാഅത്തായി നിസ്കരിക്കുക എന്നുള്ളത് മശ്റൂ ആയിട്ടുള്ള കാര്യമാണ്. ഒരാൾക്ക് ളുഹർ അല്ലെങ്കിൽ ഫജ്ർ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. ഒരാൾ യാത്രയിൽ കുറച്ച് ആളുകൾ അവർ ഉറങ്ങിപ്പോവുകയോ മറ്റോ ഒക്കെ ചെയ്തു, എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർക്കെല്ലാവർക്കും കൂടി ജമാഅത്തായിട്ട് തന്നെ ആ നിസ്കാരം നിസ്കരിക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഒരിക്കൽ അവരുടെ ഇടയിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുകയും അദ്ദേഹം ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞ് ബാക്കി എല്ലാവരും ഉറങ്ങുകയും അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു ഉറങ്ങിപ്പോകുകയും ശേഷം എഴുന്നേറ്റതിന് ശേഷം എല്ലാവരും ജമാഅത്തായി നിസ്കരിച്ച സംഭവം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മറ്റു ഒരു സന്ദർഭത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ മഗ്രിബ് നിസ്കാരം ഇങ്ങനെ നഷ്ടപ്പെട്ട സമയത്തിലും അവിടുന്ന് ജമാഅത്തായി നിസ്കരിച്ചതായിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഒരാൾക്ക് ഖളാ ആയാലും ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കാം, അത് അനുവദനീയമായ കാര്യമാണ്. അപ്പോൾ അങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് സുബഹിയാകുമ്പോൾ അത് പിന്നീട് പകലിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് ഒച്ചത്തിൽ ഓതാൻ പറ്റുമോ ഇല്ലേ? പണ്ഡിതന്മാർക്കിടെ ഖിലാഫുണ്ട്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു നിസ്കാരം അതെങ്ങനെയാണ് അസ്ലിലുള്ളത് അതുപോലെ പാലിക്കാം. അപ്പോൾ സുബഹി ഒച്ചത്തിൽ ഓതലാണ് അവിടെ സുന്നത്തായിട്ടുള്ളത്. അപ്പോൾ അത് ഖളാ വീട്ടുന്ന സമയത്ത് ജമാഅത്തായിട്ടുള്ള സമയത്ത് ഒച്ചത്തിൽ ഓതാവുന്നതാണ്. അസർ അത് ഒച്ചത്തിൽ ഓതാൻ പാടില്ല എന്നുള്ളതാണ് അതിന്റെ സുന്നത്ത്. അപ്പോൾ അസർ ഒരാൾ ഖളായി മഗ്രിബിന് ശേഷം നിസ്കരിക്കുന്ന സമയത്ത് രാത്രിയാണ് എങ്കിൽ പോലും അത് ഒച്ചയില്ലാതെയാണ് ഓതേണ്ടത് എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇനി ഇതേപോലെ ഒരാൾക്ക് ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെട്ടു, പിന്നീട് അവർക്ക് വേറൊരാളുടെ പുറകിൽ നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ്, വേറൊരു ജമാഅത്തിന്റെ പുറകിൽ നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ്. അത് പറ്റുമെന്നാണ്. ഉദാഹരണത്തിന് ഒരാൾക്ക് മഗ്രിബ് ജമാഅത്ത് നഷ്ടപ്പെട്ടു, മഗ്രിബ് നിസ്കാരം നഷ്ടപ്പെട്ടു, അയാൾ മസ്ജിദിലേക്ക് എത്തുന്ന സമയത്ത് ഇശാ നിസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ്, അയാൾക്ക് മഗ്രിബ് അവിടെ പുറകിൽ നിസ്കരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അസർ ജമാഅത്തിന്റെ പുറകിൽ ലുഹർ നിസ്കരിക്കാത്ത ആളുകൾക്ക് നിസ്കരിക്കാവുന്നതാണ്. അതുപോലെ തറാവീഹ് നിസ്കരിക്കുന്ന ആളുകളുടെ പുറകിൽ ഇശാ നിസ്കരിക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇശാ നിസ്കരിക്കാവുന്നതാണ് എന്നെല്ലാം പറഞ്ഞതായി കാണാൻ സാധിക്കും. അടുത്ത അധ്യായം ബാബു ഫദ്ലി സലാത്തുൽ ജമാഅ വ വുജൂബിഹ, സലാത്തുൽ ജമാഅയുടെ ഫദ്ലും അത് വാജിബാണെന്ന് അറിയിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്കത് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. വല്ലാഹു അലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.